നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. വീണ്ടും ചില ഹലാൽ ചിന്തകൾ. ഈ കഴിഞ്ഞ നാളുകളിൽ കേരളത്തിന്റെ ചില കോണുകളിൽ ചർച്ചയായിരുന്ന ഹലാൽ സംസ്കാരം എന്ന വിഷയം ഇന്ന് പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ അടുത്ത നാളുകളിൽ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വ്യാപകമായി പ്രചരിച്ച, വളരെ അറപ്പുളവാക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങളാണ്. പൊതുവിതരണത്തിനായി തയ്യാറാക്കിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചിലർ തുപ്പുന്നു. പ്രചരിക്കപ്പെടുന്ന ആ വീഡിയോ ദൃശ്യങ്ങളിൽ തുപ്പുന്നവരിൽ പാചകക്കാരൻ മുതൽ ഉസ്താദ് വരെയുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുവാൻ അവകാശമുള്ള ഇന്ത്യൻ ജനതയ്ക്ക് മേൽ ചിലർ തുപ്പിയ ഭക്ഷണം കഴിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഭക്ഷണകാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഹലാൽ സംസ്കാരം ഇന്ന് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഹലാൽ സംസ്കാരം പിന്തുടരാൻ ഒരാൾക്ക് അവകാശമുള്ളതുപോലെ തന്നെ ഹലാൽ രഹിത സംസ്കാരം പിന്തുടരാനും ഒരാൾക്ക് അവകാശമില്ലേ? ഷെക്കീന ചർച്ച ചെയ്യുന്നു. തുപ്പലാൽ പ്രചരണങ്ങൾക്ക് പിന്നിലെ വാസ്തവമെന്ത്? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു BJP വക്താവ് അഡ്വക്കേറ്റ് ശ്രീ ജയസൂര്യൻ, പൂഞ്ഞാർ മുൻ MLA ശ്രീ PC ജോർജ്, എക്ലീസിയ യുണൈറ്റഡ് ഫോറം ചെയർമാൻ ഫാദർ ജോൺസൺ തെക്കടയിൽ, മാധ്യമപ്രവർത്തകൻ ശ്രീ റഹ്മത്തുള്ള കൊപ്പം. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ജോൺസൺ തെക്കടയിൽ. നമുക്കറിയാം, ഈ അടുത്ത നാളുകളിൽ വളരെയധികം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് ഈ ഹലാൽ സംസ്കാരം. ഈ തുപ്പി ഹലാലാക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ദൃശ്യങ്ങളൊക്കെ പല രീതിയിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ തുപ്പി ഹലാലാക്കുന്നതിന് പിന്നിലെ മതപരമായ ഉദ്ദേശം എന്താണ്? ഫാദർ ജോൺസൺ തെക്കടയിൽ. ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വളരെ ചാരിതാർത്ഥ്യമുണ്ട് ഇങ്ങനെ ഒരു ഡിബേറ്റ് ഷെക്കീന TV സംഘടിപ്പിച്ചതിലും അതില് ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യുവാൻ അവസരം ലഭിച്ചതിലും. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ വെളിയിൽ നിന്നും കുറച്ചു നാളുകളായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ആഹാരത്തിൽ തുപ്പിക്കൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കി ആളുകൾക്ക് വിതരണം ചെയ്യുന്നു. അതിനെക്കുറിച്ച് ഈ അടുത്ത സമയത്ത് വന്ന ചില റിപ്പോർട്ടുകൾ ഒരുപക്ഷെങ്കിലും എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണും. 5 ഇൻസിഡൻസ് സർക്കാർ തലങ്ങളിൽ തന്നെ അന്വേഷിക്കുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതിനെ കുറിച്ച് റിപ്പോർട്ടിലൊക്കെ നമ്മൾ കാണുകയുണ്ടായി. പ്രത്യേകിച്ച് ഡൽഹിയിൽ 2 കേസുകൾ, UPയിലും മറ്റ് നോർത്തേൺ സൈഡിലൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. ഏകദേശം 10-15 വർഷമായിട്ട് വിവാഹ സദ്യകൾക്ക് ആഹാരം ഉണ്ടാക്കുന്നതായ ഒരാള്, അവരുടെ പേരുകളൊക്കെ നമുക്കറിയാം, അവര് ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ആരോ ഒരാള് അത് വീഡിയോ എടുക്കുകയും 2019 അത് വളരെ വൈറലാകുകയും ചെയ്തു. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുവെന്നൊക്കെ ജനങ്ങൾ പൊതുവിൽ അറിയാനായിട്ട് ആരംഭിച്ചത്. ഒരു വിവാഹ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ റൊട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് അതിന് കുഴച്ചതായ മാവിൽ തുപ്പുകയും തുടർന്ന് അത് കുഴച്ച് റൊട്ടി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ ആദ്യത്തെ ആളെ അറസ്റ്റ് ചെയ്തപ്പോൾ അന്ന് IPC 269, 270, 272 ഒക്കെ വകുപ്പുകൾ ചാർത്തിക്കൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം പിന്നീട് ആ കേസുകളൊക്കെ നടക്കുന്നുണ്ട്. പിന്നീട് വന്ന 4 പേരെയും ഇതിനേക്കാൾ കുറച്ചും കൂടെ കടുപ്പിച്ചുകൊണ്ടുള്ള നിയമ കുരുക്കുകളിലൂടെയാണ് കൊണ്ടുപോയിരിക്കുന്നത് സർക്കാർ. അപ്പൊ ഇത് നോർത്ത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു നമ്മൾ ധരിച്ചത്. എന്നാൽ ഈ അടുത്ത സമയത്ത് മതപരമായ ചടങ്ങിലും ഈവൻ അല്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെ ഇങ്ങനെ ഉണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത നമുക്ക് കേൾക്കാനിടയായി. കേരളത്തെ സംബന്ധിച്ച് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെക്കാളും വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു ജീവിത നിലവാരം പുലർത്തുന്നവരാണ്. പരസ്പര സ്നേഹവും സൗഹാർദ്ദതയും. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ അടുത്ത സമയത്തെ നബിദിനത്തിന് പോലും എൻ്റെ വീട്ടിൽ എനിക്കുള്ള ആഹാരം വളരെ കൃത്യമായിട്ട് സാധാരണ പോലെ തന്നെ, പതിവ് പോലെ തന്നെ അടുത്തുള്ള മഹലിൽ നിന്ന് കൊടുത്തുവിടുകയും ഞാൻ അത് ഭക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. വളരെ സ്നേഹത്തോടുകൂടെ നോമ്പ് തുറയുടെ കാലങ്ങളിലൊക്കെ, അതുപോലെ ഇവിടെ ക്രിസ്മസ്, മറ്റുള്ള ഓണം ഒക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും വളരെ ഐക്യത്തോടുകൂടെ കഴിക്കുന്നതാണ്.
ഞങ്ങളെ സംബന്ധിച്ച് അതൊരു പ്രയാസമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാകുകയില്ലെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എന്നാൽ പിന്നീട് ഇതിനെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്തപ്പോൾ മതപരമായിട്ട് ഇതിനകത്ത് ചില വസ്തുതകൾ ഉണ്ട് എന്നുള്ളത് ബോധ്യമായി. ആ ബോധ്യമായത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂൽ തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ ആഹാരം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മാവിൽ തുപ്പുകയും അതോടൊപ്പം തന്നെ മാംസത്തിൽ തുപ്പുകയും ചെയ്തതായിട്ട് വളരെ കൃത്യമായിട്ട് ജാബിർ ഇബ്നു അബ്ദുള്ള വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സഹീഹായിരിക്കുന്ന ഹദീസുകളിലുള്ള തന്നെയാണ്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ പ്രയാസം എനിക്കുണ്ടായി. അപ്പൊ ഞാൻ എൻ്റെ സ്നേഹിതന്മാരുമായിട്ടൊക്കെ ഞങ്ങളിങ്ങനെ പരസ്പരം ചർച്ച ചെയ്യാറുണ്ട്. ചർച്ച ചെയ്യുന്ന സമയത്ത് എന്നോടൊരു സഹോദരൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ബൈബിളിലും ഇതിന് സമാനമായ അനുഭവങ്ങളില്ലേ? വിശുദ്ധ ബൈബിളിൽ മർക്കോസിന്റെ സുവിശേഷം അതിനകത്ത് 9-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം 31 മുതലുള്ള വാക്യങ്ങളിൽ കുരുടനായിരിക്കുന്ന സംസാരശേഷിയില്ലാത്ത മനുഷ്യരെ, ചെകിടനും സംസാരശേഷിയില്ലാത്തതായിട്ടുള്ള ഒരു വ്യക്തിയെ യേശു കർത്താവ് തുപ്പി അവന്റെ ചെവിയിൽ വിരലിട്ടു, അതിനുശേഷം അവന്റെ നാവിൽ തൊട്ടു, അവനെ സൗഖ്യമാക്കിയില്ലേ? അപ്പൊ അത് തുപ്പൽ ഉപയോഗിച്ചുകൊണ്ടല്ലായിരുന്നു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലും ഇതിന് സമാനമായ ഒരു സംഭവം, പിറവിയിലെ കുരുടനായിരിക്കുന്ന മനുഷ്യനെ സുഖപ്പെടുത്തിയപ്പോൾ കർത്താവ് നിലത്ത് തുപ്പി സലൈവ കൊണ്ട് കർത്താവ് മണ്ണ് കുഴച്ച് അവന്റെ കണ്ണിൽ പൂശിയിട്ട് ശീലോഹം കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞ് അവനെ അയക്കുകയും അയക്കപ്പെട്ടവന് നർത്തം വരുന്ന ശീലോഹ കുളത്തിൽ അവൻ പോയി കഴുകി പൂർണ്ണ കാഴ്ച പ്രാപിച്ചു വരികയും ചെയ്തു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഇതിന് സമാനമായ മറ്റൊരു സംഭവം കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ യേശു കർത്താവ് സലൈവ ഉപയോഗിച്ചില്ലേ, ഉമിനീര് ഉപയോഗിച്ചില്ലേ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു. ഞാന് സാധാരണ ഒരു ബൈബിൾ ടീച്ചർ എന്നുള്ള നിലയിൽ ആ കാര്യങ്ങളെ കാണുന്ന രണ്ട് വിധത്തിലാണ്. ഒന്ന്, യേശു കർത്താവ് അവന്റെ വായിലേക്കല്ല തുപ്പിയത്. എന്നാൽ നബി തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം നബി തിരുമേനി കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ വായിലേക്ക് ഒഴിക്കുന്ന വെള്ളം മറ്റുള്ളവരുടെ ദേഹത്തേക്ക് തുപ്പുന്നത് അനുഗ്രഹമായിട്ട് ബർക്കത്തായിട്ട് കാണുകയും അതിനുവേണ്ടി ആളുകൾ ക്യൂ നിൽക്കുകയൊക്കെ ചെയ്തു. ഈ അടുത്ത സമയത്ത് മറ്റൊരു വീഡിയോ ഞാൻ കണ്ടു. അതിന്റെ വാസ്തവം പരിശോധിച്ചപ്പോൾ ശരി തന്നെയാണ്. പ്രായമുള്ള ഒരു ഉസ്താദ് തന്നെ മറ്റൊരു ഉസ്താദിനെ കുറിച്ച്, ഏറ്റവും പ്രഗത്ഭനായിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഉസ്താദ്, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഉമിനീര് എടുക്കുക മാത്രമല്ല, അദ്ദേഹം വെള്ളം വായിലൊഴിച്ചിട്ട് കുലുക്കു പിഴിഞ്ഞതിന് ശേഷം അത് താൻ വാങ്ങി മൊന്തയിലേക്ക് ഒഴിപ്പിച്ചിട്ട് അത് താൻ കുടിച്ചായിട്ട് പറയുകയുണ്ടായി. വീഡിയോ വന്നതാണ്. അപ്പൊ മറ്റു പല വീഡിയോകളും ഇതിനനുകൂലമായിട്ട് വരികയുണ്ടായി. ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് സാധാരണ ഉണ്ടാകാവുന്ന ഒരു ചെറിയ മാനസിക പ്രയാസങ്ങളുണ്ടായി. അപ്പൊ എൻ്റെ വീക്ഷണത്തില് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, മതപരമായ പല ചടങ്ങുകൾക്കും പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടാവും. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ട, മതേതരത്വ രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു മാനസിക പക്വതയാണ് നമുക്ക് ആർജിക്കേണ്ടത്. എല്ലാവരെയും ഉൾക്കൊള്ളണം. ഇപ്പം ഇത് ചെയ്യുന്നതായിട്ടുള്ള നമ്മുടെ മുസ്ലിം സഹോദരങ്ങള് അവരുടെ ജീവിത രീതികൾ മറ്റുള്ളവരെ ബാധിക്കാത്ത വിധത്തിൽ അവർക്ക് അത് അനുകരിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരിക്കുക. എന്നാൽ അത് പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു അറപ്പ്, ഒരു വെറുപ്പ്, ഒരു അകൽച്ച, അത് മാനസികമായിട്ട് അകലുകയും സമുദായത്തിൽ തന്നെ അല്ലെങ്കിൽ സമൂഹത്തിൽ തന്നെ വളരെ സ്പ്ലിറ്റ് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിയന്ത്രിക്കേണ്ടുന്നതായിട്ടുള്ള ഉസ്താദുമാർ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് സങ്കടകരമായ കാര്യം. നമ്മുടെ സ്നേഹിതനായിരിക്കുന്ന റഹ്മത്തുള്ളക്കൊപ്പം അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദമായിട്ട് പറയുമായിരിക്കും. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ആരെങ്കിലും ഇതിനെ താക്കീത് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഞാൻ ഒരു വ്യക്തിയെ കാണുകയുണ്ടായി. ശ്രീ ജനാബ് ഒ അബ്ദുള്ള സാഹിബ് ഇതിനെതിരെ കർക്കശമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ പൊതുവിൽ സംസാരിക്കാറുള്ള എം എൻ കാരശ്ശേരി മാഷും ഒക്കെ ഇതിനെതിരെ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് കാലാന്തരങ്ങളിൽ ഇല്ലാതെയായി തീരും എന്ന് നമുക്ക് വിശ്വസിക്കാം. മതം പലപ്പോഴും മനുഷ്യനെ പഴമയിലേക്ക് കൊണ്ടുപോവുകയും യഥാർത്ഥ ജീവിത ശൈലികളിൽ വ്യതിയാനം വരുത്തിക്കൊണ്ട് മാനവികതയുടെ
അടിസ്ഥാന ഘടകങ്ങളെ എല്ലാം തന്നെ വെട്ടിവീഴ്ത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വളരെ അപകടകരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാലഘട്ടത്തിൽ അനുകരിക്കാൻ കഴിയാത്തവയെല്ലാം തന്നെ തൃണവൽക്കരിക്കുകയാണ് സമുദായ നേതാക്കന്മാര് ചെയ്യേണ്ടതും പഠിപ്പിക്കേണ്ടതും എന്നാണ് എന്റെ പക്ഷം. കാരണം ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കാൻ വേണ്ടി മതം അനിവാര്യമല്ല, മതചിന്തകളും അനിവാര്യമല്ല. ദൈവവിശ്വാസം എന്ന് പറയുന്നത് മതത്തിനൊക്കെ അപ്പുറമായിട്ടുള്ളതാണ്. ദൈവത്തിന് മതമുണ്ടെന്ന് പറയുന്നത് തന്നെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി സർക്കാർ തലത്തിൽ തന്നെ ചില ആശുപത്രികൾ രൂപീകരിക്കുന്ന നന്നായിരിക്കും, മാനസിക ആശുപത്രികൾ. കാരണം ദൈവത്തിന് മതമുണ്ടെന്ന് പറയുന്നത് തന്നെ എത്രയോ വികൃതമായിട്ടുള്ള ചിന്താഗതിയാണ്. ദൈവത്തെ വികൃതനാക്കുകയാണ്, ദൈവത്തെ നമ്മൾ അവഹേളിക്കുകയാണ്. ദൈവത്തിന് ജാതിയില്ല, വർഗമില്ല. താങ്ക് യു. ഓക്കെ, ശ്രീ റഹ്മത്തുള്ള, നേരത്തെ ഫാദർ ജോൺസൺ തെക്കടിയിൽ സൂചിപ്പിച്ചു, ഈ മുസ്ലിം സമുദായത്തിന്റെ ഈ ഹലാൽ ഭക്ഷണം കഴിക്കുവാനുള്ള മുസ്ലിം സമുദായത്തിന്റെ ഈ ഒരു അവകാശം അത് ഈ രാജ്യത്ത് ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഒരു പൊതുവിതരണത്തിന്, ഒരു പൊതുചടങ്ങിൽ നമുക്കറിയാം, മുസ്ലിം സമുദായത്തിലുള്ളവർ പങ്കെടുക്കുന്നു, ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവർ പങ്കെടുക്കുന്നു, ഹൈന്ദവ സമുദായത്തിലുള്ളവർ പങ്കെടുക്കുന്നു. അത്തരമൊരു ചടങ്ങിൽ ഈ മുസ്ലിം സമുദായത്തിന്റെ ഈ ഒരു മതപരമായൊരു ആചാരം മറ്റു സമുദായങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് സമൂഹത്തിൽ ഒരു വിഭാഗീയത അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയില്ലേ ശ്രീ റഹ്മത്തുള്ള? നിങ്ങൾ ഈ പറയുന്നതൊക്കെ എക്സാജറേഷൻ ആണ്. കാരണം മുസ്ലിങ്ങൾക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ ലിബറലായ കാഴ്ചപ്പാടാണുള്ളത്. ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ, ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദീയമായത് എന്ന് പറയുന്നത് സ്വന്തം അധ്വാനിച്ച് ആളുകളെ പറ്റിക്കാതെ തട്ടിപ്പ് നടത്താതെ ഉണ്ടാക്കിയ പണം കൊണ്ട് ഭക്ഷണം കഴിക്കണം, കുടുംബത്തെ പോറ്റണം എന്നത് ഇസ്ലാമിൽ വളരെ നിർബന്ധമാണ്. ഹലാലായ പണം ഉപയോഗിച്ച് ആ പണം കൊണ്ട് ഭക്ഷണം കഴിക്കണം, കുടുംബത്തെ പോറ്റണം എന്നതാണ്. ആ ഹലാലിന് അവനവൻ അധ്വാനിച്ചത് അല്ലെങ്കിൽ പാരമ്പര്യമായി കിട്ടിയത് എന്നാണ് അർത്ഥം. അല്ലാതെ മറ്റുള്ളവരൊക്കെ മുസ്ലിങ്ങൾക്ക് മതപരമായി അനുവദീയമായ കാര്യങ്ങൾ ഉപയോഗിക്കണമെന്നോ അതിന്റെ കീഴിൽ നിൽക്കണമെന്നോ മുസ്ലിങ്ങൾക്ക് ഒരു നിർബന്ധവും. അങ്ങനെയെങ്കിൽ ശ്രീ റഹ്മത്തുള്ള, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോ ദൃശ്യങ്ങൾ അങ്ങ് കണ്ടിട്ടുണ്ടാകും. ആ വീഡിയോ ദൃശ്യങ്ങളുടെ ഒരു വാസ്തവം ഒരു വിശദീകരിക്കേണ്ട ഒരു ബാധ്യത അങ്ങേക്കുണ്ട് ശ്രീ റഹ്മത്തുള്ള. അത് ഞാൻ വിശദീകരിക്കാം. ഇസ്ലാമിൽ പ്രമാണം ഉസ്താദുമാര് പറയുന്നതല്ല, അള്ളാഹുവും അവന്റെ പ്രവാചകനും എന്ത് പറഞ്ഞു എന്നതാണ് മുസ്ലിങ്ങൾക്ക് വിശ്വസിക്കേണ്ട കാര്യം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ തുപ്പാൻ ഊതാൻ പോലും പാടില്ല എന്ന്. അങ്ങനെ വളരെ ശക്തമായ ശാസ്ത്രീയ ബോധം നിലനിൽക്കുന്ന ഒരു മതമാണ്, ഒരു ദർശനമാണ് ഇസ്ലാം. മാത്രമല്ല ആരോഗ്യത്തിന് ഹാനികരമായ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് വളരെ കർശനമായ നിർദ്ദേശമുള്ളതാണ്. ഹദീസുകളിൽ വെള്ളത്തിൽ, ശ്രീ റഹ്മത്തുള്ള, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ കുടിക്കുന്ന വെള്ളത്തിൽ തുപ്പരുത് എന്ന് പറയുന്ന ഹദീസ് അങ്ങൊന്ന് വ്യക്തമാക്കാമോ? കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. അല്ല, കുടിക്കുന്ന വെള്ളത്തിൽ തുപ്പരുത് എന്നല്ല, ഊതാൻ പോലും പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ പ്രമാണം. മാത്രമല്ല തുപ്പുന്നത് ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു ഭക്ഷണത്തിൽ. ഇതെല്ലാം ഹദീസുകളിൽ വളരെ കൃത്യമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഫാദർ ഇവിടെ അബ്ദുള്ളയെ ഉദ്ധരിച്ചു. ശ്രീ റഹ്മത്തുള്ള, ഹദീസ് ഒന്ന് വ്യക്തമാക്കാമോ? ഏത് ഹദീസ് ഞാൻ വ്യക്തമാക്കാം. ഹദീസ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം റഹ്മത്തുള്ള. സഹീഹ് ബുഖാരി വോളിയം 5 ബുക്ക് നമ്പർ 59 ഹദീസ് നമ്പർ 428. എന്താണ് ഫാദർ അതിൽ പറഞ്ഞിരിക്കുന്നത്? അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, narrated Jabir bin Abdullah, so I came to my house and Allah's apostle too came, proceeding before the people. When I came to my wife, she said, may Allah do so and so to you. I said, I have told the prophet of what you said. Then she brought out to him, that is the prophet, the duff, and he spat in it and invoked for Allah's blessing in it. Then he proceeded towards the earthenware meat pot and spat in it and evoked for Allah's blessings in it. Sahih Bukhari, volume number 5, book number 59, hadith number 428, in which അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നത്, അള്ളാഹുവിന്റെ റസൂൽ
ആ ജാബീറിന്റെ ഭാര്യ കൊടുത്തായിട്ടുള്ള മാവിൽ അത് കുഴയ്ക്കാൻ കൊടുത്തതാണ്, കുഴയ്ക്കുന്നതിന് മുമ്പായിട്ട് കൊണ്ടുവന്നതാണ്. അതിനകത്ത് തുപ്പുകയും അത് കുഴയ്ക്കുകയും ചെയ്തിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം പാചകം ചെയ്തുകൊണ്ടിരുന്നായിട്ടുള്ള മീറ്റിലേക്ക്, ആഹാരത്തിലേക്ക്, മൃഗത്തിന്റെ മീറ്റിലേക്കും അള്ളാഹുവിന്റെ റസൂൽ തുപ്പിയതായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇവിടെ റഹ്മത്തുള്ള പറഞ്ഞത് വളരെ കറക്റ്റാണ്. പാടില്ല, പക്ഷെ തുപ്പാം എന്നുള്ളതാണ് ഹദീസ് പറയുന്നത്. വിശദീകരണം ഞാൻ പറയാം. പ്രവാചകന്മാര് ചെയ്തത് മറ്റുള്ളവരോട് ചെയ്യാൻ പറയുമ്പോൾ മാത്രമാണ് അത് മത നിയമമാവുക. പ്രവാചകൻ ഇത് ചെയ്തത് ഒരു യുദ്ധവേളയിൽ, ഖൈബർ യുദ്ധത്തിന്റെ സമയത്ത് മുസ്ലിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കാൻ ആ സമയത്ത് ഒരു സഹാബി കിടന്നു കുടിച്ച് ശത്രുക്കളെ പ്രതിരോധിക്കുക എന്ന ഒരു തന്ത്രം ഉപയോഗിച്ചിരുന്ന യുദ്ധമാണ് ഖൈബർ യുദ്ധം. അങ്ങനെ വളരെ വിശന്ന് ബുദ്ധിമുട്ടിയ സമയത്ത് ഒരു സഹാബി പ്രവാചകന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പ്രവാചകരെ, ഏതാനും ആളുകൾക്കുള്ള ഭക്ഷണം എന്റെ വീട്ടിലൊരുണ്ട്, ഒരു ചെറിയ ആട്ടിൻകുട്ടിയെ അറുത്തതാണ്. അപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞ്, ഞാൻ വരുന്നതിന് മുമ്പ് പാചകം ചെയ്ത ആ ഭക്ഷണം തുറന്നു വെക്കരുത് എന്ന്. പ്രവാചകൻ ആ വീട്ടിൽ വരികയും അനുയായികളെ മുഴുവൻ കൊണ്ടുവരികയാണ് ചെയ്തത്. പറഞ്ഞു. പ്രവാചകൻ ആ ഭക്ഷണത്തിന്റെ മൂടി തുറന്ന് അതിൽ ഊതുകയും ചെയ്തു. എന്നിട്ട് എല്ലാ ആളുകൾക്കും ആ ഭക്ഷണം വിളമ്പി കൊടുത്തു. പറഞ്ഞു തീരട്ടെ. പ്രവാചകന് കിട്ടിയ ഒരത്ഭുത സിദ്ധിയും അള്ളാഹു പ്രത്യേകം അദ്ദേഹത്തിന് കൊടുത്ത മൂജിസത്തുമാണത്. മറ്റുള്ള ആളുകളോട് പ്രവാചകൻ ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കുറവുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ മൂടി തുറന്ന് ഊതണം എന്ന് ആഹ്വാനം ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഹദീസുമില്ല. പ്രവാചകന്മാർ കാണിക്കുന്ന വിസ്മയകരമായ കാഴ്ചകൾ മറ്റുള്ളവരോട് ചെയ്യാൻ പറഞ്ഞെങ്കിൽ മാത്രമേ അത് മുസ്ലിങ്ങൾക്ക് നിയമമാവുകയുള്ളൂ. അങ്ങനെ ഒരു കാര്യം പ്രവാചകൻ ഇപ്പോഴും കൽപ്പിച്ചില്ല. ഞാൻ തിരിച്ചു വരാം. ശ്രീ റഹ്മത്തുള്ള, ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഈ കഴിഞ്ഞ ദിവസം ശ്രീ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് നടന്ന ഒരു പ്രതിഷേധ പ്രകടനത്തിൽ ഹലാൽ സംസ്കാരത്തിനെതിരെ ആഞ്ഞടിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. പലയിടത്തും തീവ്രവാദികൾ ഭക്ഷണത്തിലും വസ്ത്രത്തിലും അവരുടെ അജണ്ട നടപ്പാക്കുകയാണ്. ഹലാൽ ഹോട്ടലുകൾ എന്ന് പറഞ്ഞ് മുല്ലാക്കന്മാരെ കൊണ്ട് തുപ്പിച്ച് സാധാരണക്കാർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പല സ്ഥാപനങ്ങളും വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലാൽ ഹോട്ടലുകൾ, ഹലാൽ ബേക്കറികൾ, എന്തിന് ശബരിമലയിൽ പോലും ഹലാൽ ശർക്കര ഉപയോഗിക്കേണ്ട ഗതികേട് കേരളത്തിലുണ്ടാകുന്നു. ആരാണ് ഹലാൽ സംസ്കാരം ഇവിടെ കൊണ്ടുവരുന്നത്? വളരെ രൂക്ഷമായ രീതിയിലാണ് ശ്രീ കെ സുരേന്ദ്രൻ ഹലാൽ സംസ്കാരത്തിനെതിരെ ആഞ്ഞടിച്ചത്. ഏത് സാഹചര്യത്തിലായിരുന്നു ഇത്ര വലിയ രീതിയിലുള്ളൊരു വിമർശനം ഈ ഹലാൽ സംസ്കാരത്തിനെതിരെ കെ സുരേന്ദ്രൻ ഉന്നയിച്ചത്? അതോടൊപ്പം തന്നെ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മതസ്പർദ്ധ ഉളവാക്കുന്ന എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടോ ശ്രീ ജയസൂര്യൻ? ഇവിടെ മതസ്പർദ്ധ എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മളിവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാവരും ഒരുമിച്ച് ജീവിച്ചിരുന്നു. എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമായിരുന്നു. അത് ഹോട്ടലിലാണെങ്കിലും വിവാഹവേളയിലാണെങ്കിലും പൊതുപരിപാടികളിൽ എവിടെയാണെങ്കിലും. പക്ഷെ അവിടെയൊന്നും മതപരമായി ഭക്ഷണത്തെ വേർതിരിച്ച ഒരു ചരിത്രം നമുക്കില്ല. എന്നാൽ ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ മതപരമായ ഭക്ഷണം, മതപരമായ ബിസിനസ് എന്നുള്ള നിലയിൽ ഹലാൽ എന്നുള്ളത് ഒരു ബ്രാൻഡ് നെയിമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അവിടെ കേവലം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാവിധ ബിസിനസ്സുകളിലും ഈ ഹലാൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. കോൺട്രക്റ്റിൽ വരെ ഹലാൽ ഉണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ എല്ലാ മേഖലയിലും ഈ ഹലാൽ എന്നുള്ളത് ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണ്, മതപരമായ ഒരു വിശ്വാസമാണ്. എന്നാൽ നമുക്ക് അതിനെ ആ തരത്തിൽ കാണാം. പക്ഷെ ഇത് അങ്ങനെ മാത്രമല്ല. ഹലാൽ വസ്തുക്കൾ വിൽക്കുന്ന കടയിൽ ഇത്ര ശതമാനം ജീവനക്കാർ മുസ്ലിങ്ങളായിരിക്കണം എന്നൊക്കെയുള്ള നിബന്ധനകൾ വരുന്നതോടുകൂടി ഈ ഹലാൽ എന്നുള്ളത് ഒരു ബിസിനസ് തന്ത്രമായി, ഒരു സാമ്പത്തിക ശാസ്ത്രവുമായി നേരിട്ട് ബന്ധപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം.
ഹലാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടയിൽ ഇത്ര ശതമാനം മുസ്ലിങ്ങൾ അതായത് ബിസിനസ്സിനും ലാഭത്തിനും വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ വരുമ്പോൾ മറ്റ് മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ആ ചിന്ത ഉണ്ടായിക്കൂടെ? എന്നാൽ പിന്നെ മുസ്ലിങ്ങളുടെ കടയിൽ കയറണ്ട, മുസ്ലിങ്ങളുടെ സാധനം വാങ്ങണ്ട, അങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിന്റെ ഇടയിലേക്ക് പടരുമ്പോഴാണല്ലോ വർഗീയമായി ചിന്ത ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ചിന്ത ഇവിടെ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ ഈ തരത്തിലുള്ള മതപരമായ ഒരു വ്യത്യാസം ബിസിനസ്സിൽ പരസ്യമായി പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അത് വർഗീയമായി തീരുന്നത്. അതിനെയാണ് BJP അധ്യക്ഷൻ എതിർത്തത്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ശ്രീ PC ജോർജ്, അങ്ങ് വളരെ വർഷങ്ങളായി കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയിലും സമൂഹ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ അടുത്ത വർഷങ്ങളിൽ നമുക്കറിയാം, ഒരു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഹലാൽ ബോർഡില്ലാത്ത ഒരു ഹോട്ടലുകൾ നമുക്ക് കാണാൻ കഴിയില്ല. മലബാർ മേഖലയിലൊക്കെ ഒരു നോൺ വെജ് ഭക്ഷണം കഴിക്കുവാൻ, ഒരു ഹലാൽ രഹിത ഭക്ഷണം കഴിക്കുവാൻ ഒരാൾ ആഗ്രഹിച്ചാൽ പോലും അത് നടക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഈ ഹലാൽ വൽക്കരണം നമ്മുടെ കേരള സമൂഹത്തെ എത്രത്തോളം ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്, ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് ശ്രീ PC ജോർജ്? ഞാൻ വളരെ വിനയത്തോടെ പറയാം, ഇത്രയും മോശമായ ഒരു സാഹചര്യം കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാക്കുന്നതിൽ വലിയ മനപ്രയാസമുള്ള ആളാണ്. ഇവിടെ അച്ഛൻ വലിയ വിപ്ലവം പ്രസംഗിക്കുന്നത് കേട്ടു യേശുവിനെ പറ്റി. വിപ്ലവം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സത്യം പോലെ പോകട്ടെ. അച്ഛൻ പറഞ്ഞ വിപ്ലവം കൊള്ളാം, നന്നായിരിക്കും, പക്ഷെ മനുഷ്യൻ ജീവിക്കുന്നൂടെ. ക്രിസ്ത്യാനി ജീവിക്കുന്ന കാര്യം അച്ഛൻ ചർച്ച ചെയ്യുക, ഹിന്ദു ജീവിക്കുന്ന കാര്യം ചർച്ച ചെയ്യാതെ പറ്റുമോ? മനുഷ്യൻ ജീവിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ക്രിസ്ത്യാനി ജീവിക്കുന്നതിനെ പറ്റി അച്ഛന്മാർ ചർച്ച ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. നമ്മുടെ പിതാക്കന്മാരും അച്ഛന്മാരും എല്ലാം സോഷ്യലിസം പ്രസവിച്ചുകൊണ്ട് നടക്കുക, നമ്മുടെ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ട് പോവുക. ആര്? ഈ റഹ്മത്തുള്ള മതത്തിൽപ്പെട്ടവർ. മനസ്സിലായില്ലേ? 400 ചില്ലാനും പെണ്ണുങ്ങളെ പോയിന്റ് ലിസ്റ്റ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇമാർക്ക് എന്തു ആകാമെന്നുള്ള നിലയായിരിക്കും. ഇതൊക്കെ തകർത്ത് അരിപ്പണമാക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഉണ്ടെന്ന് എന്റെ അഭിപ്രായം. ഹിന്ദു പെൺകുട്ടികൾ എത്രത്തിനെ കൊണ്ടുപോയി ഇവന്മാര്? ഏറ്റവും സുന്ദരികളും മാന്യമായിട്ട് ജീവിക്കുന്ന കുടുംബത്തിലെ പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോവുക. അത് എന്തെല്ലാം മാർഗമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുക, ഇതാണ് ഇവരുടെ പണി. ഇത് അതിന് കൂടത്തുള്ള ഈ ഭക്ഷണം, ഹലാൽ ഭക്ഷണം എന്നതാ ഇവർ ഭക്ഷണം തുപ്പുന്ന്. പ്രേമത്തല എന്നോട് വർത്തമാനം പറയില്ല കേട്ടോ, തന്റെ സ്നേഹപ്രകടനം. അള്ളാഹു പല നബിതിരുമേനി അങ്ങനെ ഊതിയതോളം ഊതിയാൽ ഈ റഹമത്തുള്ള പറഞ്ഞ് ഊതിച്ച് എന്താണെന്നറിയാവോ ഷഹീനയ്ക്ക്? അതായത് ചൂടുള്ള ഭക്ഷണം ഇങ്ങനെ നമ്മൾ അങ്ങനെ ഊതരെന്ന ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇരുന്നുകൊണ്ടേ കഴിക്കാവുള്ളൂ. മനസ്സിലായില്ല? ഞാൻ അങ്ങോട്ട് നിയമം പറഞ്ഞുതരാം. മുസ്ലിമിന്റെ ഇരുന്നുകൊണ്ടേ കഴിക്കാവുള്ളൂ. പടിഞ്ഞാറോട്ട് നോക്കിക്കൊണ്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അത് തന്നെയല്ല, നിന്നോണ്ടാ കഴിക്കുന്നെങ്കിൽ ഇടതുകാലിലെ തള്ള വിരൽ ചലിപ്പിച്ചുകൊണ്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ഇതൊക്കെ ഇവരുടെ നിയമമാണ്. വേറെ ആരും നിങ്ങൾ മുസ്ലിമിന്റെ നിയമമാണ് ഇതൊക്കെ. ഇല്ലെന്നൊന്നും പറഞ്ഞ റഹ്മത്തുള്ള എന്നെ കളിപ്പിക്കണ്ട. ഞാനിത് കുറച്ച് നാളായി. ഞാൻ ജനിച്ച് ഈരാറ്റുപേട്ട എന്ന് മനസ്സിലായില്ലേ? 40,000 പോപ്പുലേഷൻ, അതിൽ 39 മുസ്ലിമാ. അതിനിടയ്ക്ക് ഞാൻ താമസിക്കുന്നത്. എന്നെ ഇതിന് കള്ളത്തരം വല്ലതും പറഞ്ഞ് പഠിപ്പിക്കണം. ഇവരുടെ ഭക്ഷണത്തിൽ തുപ്പുക എന്നുള്ള ഇവരുടെ മസ്റ്റായ ഒരു കാര്യമാണ്. അത് നിഷേധിച്ച കാര്യമില്ല. ഞാൻ അങ്ങോട്ട് പറയാം, കഴിഞ്ഞ 1916 ഇലക്ഷന് ഞാൻ മത്സരിക്കുമ്പോൾ രാവിലെ ഞാൻ ഒറ്റയ്ക്കാ മത്സരിക്കുന്നത്. ഇവിടുത്തെ ഖത്തീബ് വന്നു, എന്നെ ഞാൻ മുറ്റത്തിറങ്ങുന്ന നടവാക്ക് വന്നു, എന്റെ ശരീരം മുഴുവൻ തുപ്പി. അവർ നന്മയ്ക്ക് വേണ്ട, അവരുടെ ആ വിശ്വാസം അത്. ഞാൻ നിന്നു കൊടുത്തു. ഖത്തീബ് പോയപ്പോ ഞാൻ കയറി കുളിച്ചു, അല്ല എന്നെ മേൽ മുഴുവൻ തുപ്പിയിരിക്കുക. അത് കഴിഞ്ഞു. എന്റെ ഏറ്റവും പേര് വെച്ച് പറയാം, സെയിനില്ല എന്ന് പറയും ഈ ചേനാടുകളിലെ എന്റെ ഏറ്റവും ഇഷ്ടമുള്ള പയ്യനല്ല, പ്രായമായി 60 വയസ്സുണ്ട്. ഷെയ്ല എന്ന് വെച്ചാൽ എന്റെ മേലും മുഴുവൻ തുപ്പി. ഓത്ത അതെന്നെ വെച്ചാൽ അവരുടെ ഒരു വിശ്വാസമാണ്. ഷെയ്ല പോയി കഴിഞ്ഞപ്പോ ഞാൻ കയറി കുളിച്ചു വെച്ചു, എന്നെ കുഴപ്പം. പക്ഷെ ഭക്ഷണത്തിൽ ഈ പണി എത്ര കൊല്ലമായി ഇത് എനിക്കറിയാവുന്നതല്ലേ. ഏതെങ്കിലും ഭക്ഷണം ഇത് ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇപ്പൊ മാവുണ്ടാക്കി മാവ് മുഴുവൻ കുഴച്ച് കഴിയുമ്പോൾ അതിനകത്ത് വെച്ച് ഒരു 3 തുപ്പുണ്ട്. ഒന്നല്ല തുപ്പുന്നേ, അച്ഛൻ പറയുന്നല്ലോ, ഒന്നല്ല കേട്ടോ. ഈ നമ്മുടെ റഹ്മത്തുള്ള പറഞ്ഞ പോലെ ഒന്നും അല്ല, 3 പ്രാവശ്യം തുപ്പും. ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ട്. അതാ നമ്മൾ കഴിക്കുന്നത്. ഇനി ഇത് ഞാൻ ചെയ്യട്ടെ, ആ ശബരിമലയിലേക്ക് ഒന്ന് ആലോചിച്ച്, ആ വിവരം കെട്ട ദേവസ്വം ബോർഡിൽ എന്ത് ചെയ്യണം? അവന്റെ അടി വെച്ച് കൊടുക്കണ്ടേ? അവരെ കൊണ്ട് ശർക്കര കൊടുത്ത് ഇവനെ കൊണ്ട് അവര് ഹലാൽ ശർക്കര എന്ന് എഴുതി വെച്ചിരിക്കും, അറിയാവോ? അതൊന്ന് ബോർഡ് ഒഴിച്ചിട്ടുണ്ട്, ഹലാൽ ശർക്കര.
ഏതായി ഹലാല്? ഹലാൽ എന്ന് പറഞ്ഞാൽ നോൺ ഹലാൽ തുടങ്ങിയല്ലേ? അപ്പോ ഹലാൽ ചക്കര എന്ന് പറഞ്ഞാൽ അത് തുപ്പിയിട്ടുണ്ടെന്ന് ഉറപ്പ്. ആ ചക്കര കൊണ്ടാണ് ഇതുണ്ടാക്കുന്നതിന് നമ്മുടെ അരമണ. ഒന്ന് ആലോചിച്ച്. ഇനി ഒറ്റ കാര്യം ഹിന്ദുക്കൾക്ക് ചെയ്യാനുള്ളൂ, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ശബരിമല പോകുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട്. ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, ദേവസ്വം ബോർഡിന്റെ ആ അരമണ ഉപേക്ഷിക്കുക. പന്തളം രാജകുടുംബം അരമണ ഉണ്ടാക്കുന്നുണ്ട്. പന്തളം രാജകുടുംബം ആ അരമണിയെ വാങ്ങൂ എന്ന് ശബരിമലയ്ക്ക് പോകുന്ന മുഴുവൻ വിശ്വാസികളും തീരുമാനമെടുക്കണം. ഇല്ലേ എവന്റെ തുപ്പ് തിന്നിട്ട് ഗതികേടുണ്ടാവും. എന്തിനാ ഇത്? നമ്മുടെ ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയതാ. ദേവസ്വം ബോർഡ് ലേലം ചെയ്ത് കൊടുത്ത ചക്കരയാ, ഒരു കാക്കാനാ. അവൻ ഹലാൽ ചക്കരയാ ഉണ്ടാക്കിയിരിക്കുന്നത്, മനസ്സിലല്ലേ? ഹലാൽ നമ്മുടെ ഇത് ഉണ്ടാവുമോ? ഒന്ന് ആലോചിച്ച്. അരവണക്കകത്ത് അരവണ പായസം എന്ന് പറയുന്നത് ഹലാൽ അരവണ. അതായത് ഹലാൽ മുസ്ലിം അവന്റെ ട്രേഡ് മാർക്കാണത്. അത് തിന്നാൻ കൊള്ളൂ? അത് ഇവൻ തുപ്പിയാന്നുള്ള ഉറപ്പല്ലേ? ഞാനിവിടെ പേട്ടല്ലേ, എനിക്കറിയാൻ വരെ ഒരു ഒറ്റ മുസ്ലിം ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ തുപ്പില്ല, തിന്നുകയല്ല ഒരുത്തനും. ഞാൻ പറയും, നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു, നിഷേധിക്കട്ടെ. ആര് വേണം ഏമത്തുള്ള അങ്ങനെ ഇവരില്ലായിട്ട് വർത്താനം പറയുക, മനുഷ്യൻ കളിപ്പിക്കാനായിട്ട്. ശ്രീ പി സി ജോർജ്, ഒരു കാര്യം കൂടി. അങ്ങ് ഈരാറ്റുപേട്ടയിൽ നിന്നാണ് അങ്ങയുടെ സ്വദേശം. ഈ ഈരാറ്റുപേട്ട ആ ദേശത്ത് ഈ ഒരു ഹലാൽ ബോർഡില്ലാതെ ഒരു ഹോട്ടൽ തുടങ്ങാൻ സാധിക്കുമോ? അവിടെ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെ ഹോട്ടലുണ്ട്, അതിനകത്ത് ഹലാലില്ല. അവിടെ കയറി ഇവിടെ വൃന്ദാവൻ ഹോട്ടലുണ്ട് അരുത്തപ്പള്ളിയുടെ അടുത്ത്. അവിടെ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന അവിടെ ഇപ്പൊ മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ ആരും കയറാറില്ല, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും. കയറിയാൽ ഇവരുടെ തുപ്പല് തിന്നിട്ട് വരും, ഒരു സംശയം വേണ്ട. അപ്പൊ എന്ത് ചെയ്യും? ഇവരുടെ ഭക്ഷണം കഴിച്ചാലും ഇവിടെ സാധനം മേടിച്ചാലും കുഴപ്പമാണ്. ഇപ്പൊ എല്ലാം ഇവിടെ ഞങ്ങളുടെ മേഖലയിലൊക്കെ അങ്ങനെ മാറ്റം വന്നു. മനഃപൂർവ്വം അല്ല, നിവൃത്തിയില്ലാഞ്ഞിട്ടാ. അതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കൾ ജവളിക്കട പോലും കയറിയാലെന്നായി ഇവര് കളിച്ച്. അതിനെനിക്ക് ദുഃഖമുണ്ട്, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായില്ലേ? ഇവിടെ ഈരാറ്റുപേട്ടയിലുള്ള ജവളിക്കട ഒരു പുളിക്കൽ ടെസ്റ്റ് സ്റ്റോറി ഞാൻ ഉദ്ഘാടനം ചെയ്ത ടെസ്റ്റ് സ്റ്റോറിയാ. കോട്ടയത്തിലെ ഏറ്റവും വലിയ ടെസ്റ്റ് സ്റ്റോറി ആയിരുന്നു. കൂട്ടി ഈയിടെ അവിടെ ആള് കയറുന്നില്ല, ഹിന്ദു മരികളും ക്രിസ്ത്യാനി മരി അവരിലെ കയറിക്കൊണ്ടിരുന്നു. ഇപ്പൊ ഇവിടെ രണ്ട് ജനതാ പിള്ളാച്ചന്റെയും പിന്നെ നമ്മുടെ വേറൊരു പിള്ളാച്ചൻ രണ്ട് ജവളിക്കടുണ്ട്. ആ ജവളിക്കട വലിയ ജവളിക്കടയായി. എന്താ കാരണം? ഹിന്ദുക്കൾ അവിടെ രണ്ട് ജവളിക്കടയിലേ കയറുള്ളൂ, അത് സെൻട്രൽ ജംഗ്ഷനില്ല. അതായത് ഇവര് തന്നെ മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ച് നശിപ്പിക്കുക. എന്തിനീ വൃത്തികെട്ട് പോകുന്നു ഇവര്? ഈ തുപ്പന്തൊക്കെ എനിക്ക് ഉത്തരവാദിത്വം പറയാൻ പറ്റും, തുപ്പുന്നുണ്ട്. അല്ലെ റഹ്മത്തുള്ള എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കല, എനിക്ക് ബോധ്യ ഇല്ല. നിങ്ങൾ റഹ്മത്തുള്ള പറഞ്ഞു നോക്കുന്നത് വ്യക്തമാണ്. ശ്രീ പി സി, ഞാൻ തിരിച്ചു വരാം. ശ്രീ റഹ്മത്തുള്ള, ശ്രീ പി സി ജോർജ് നമുക്കറിയാം വളരെ അനുഭവ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ആ പി സി ജോർജ് തന്നെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ഹലാൽ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതിന് താങ്കൾക്ക് മറുപടി പറയാം ശ്രീ റഹ്മത്തുള്ള. എല്ലാ കോടതികളും ഇല്ല എന്ന് പറഞ്ഞ ലവ് ജിഹാദിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് അതിനൊന്നും ഞാൻ ഇപ്പോ വീണ്ടും മറുപടി പറയുന്നില്ല. അങ്ങോട്ട് പറയാം. ഒരു മിനിറ്റ് കേട്ടോ, നിർത്തിയാവുന്ന പറയട്ടെ. 18 വയസ്സ് കഴിഞ്ഞ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി സുപ്രീം കോടതിക്ക് എന്നാ കാര്യം? സുപ്രീം കോടതി കേസ് വരുന്നുണ്ടോ? 18 വയസ്സിന് മുമ്പ് പെണ്ണുങ്ങളെ കൊണ്ടുപോയാലേ പിടുത്തം കയറി കോടതിയിൽ വരുള്ളൂ. ഇത് കോടതി വരികയില്ല. 22 പൈസ 18 വയസ്സ് കഴിഞ്ഞാൽ പിറ്റേ ദിവസമല്ലേ പെണ്ണുങ്ങളെ അടിച്ചോണ്ട് പോകുന്നേ. എന്നിട്ട് ഇവിടെ കോടതി. അതുകൊണ്ട് ആ കോടതി എന്നുള്ള വർത്താനം കോടതിയിൽ ഒരു കുഴപ്പമില്ല. പറഞ്ഞോളൂ. ഹലാലാണ് നമ്മുടെ വിഷയം. പറഞ്ഞോളൂ. അല്ല, കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ ഉണ്ടായ എല്ലാ മിശ്ര വിവാഹങ്ങളെ കുറിച്ചും NIA-യും പ്രത്യേക അന്വേഷണ സംഘവും അന്വേഷണം നടത്തി കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കോടതികൾക്കപ്പുറം ആരെങ്കിലും പറഞ്ഞാൽ ശ്രീ റഹ്മത്തുള്ള, നമ്മുടെ വിഷയം ഹലാലാണ് എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഇരകൾ ഈ നാട്ടിലുണ്ട്. അപ്പോൾ അത് ഇല്ല എന്നുള്ള രീതിയിൽ താങ്കൾ ഒരു വാദവും ഇവിടെ നിലനിൽക്കത്തില്ല. ഹലാലിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. വെല്ലുവിളിക്കുക നിങ്ങളോട് കോടതി. ഞാൻ പറയുന്നു ലവ് ജിഹാദുണ്ട്, ഇങ്ങനെ കേസ് കൂടി ഞാൻ നോക്കട്ടെ കോടതികളോട്. ആ കോടതികൾ അങ്ങനെ ഏതെങ്കിലും കോടതി പറഞ്ഞാൽ കോടതി ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ കോടതിയാണത്. ഞാൻ പറയുന്നു നിങ്ങൾ കേസ് നടത്തിയേക്കാം. ലവ് ജിഹാദിനെ പറ്റി കൃത്യമായ ചർച്ചകൾ ഷെക്കേന ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ട്. ശ്രീ റഹ്മത്തുള്ള, നമ്മുടെ ഈ വിഷയം ഹലാലാണ്, നമുക്ക് ഹലാലിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. പറഞ്ഞോളൂ. ഹലാലിലേക്ക് ഞാൻ വരാം. ഇങ്ങനെ പ്രവാചകനും ഖുർആനും മുഹമ്മദ് നബിയും പറഞ്ഞ കാര്യങ്ങളാണ് മുസ്ലിങ്ങൾക്ക് പ്രമാണം. നിങ്ങൾ ഭക്ഷണത്തിൽ തുപ്പണം എന്ന്
ഹദീസുകളിലോ ഖുർആനിലോ പറഞ്ഞിട്ടില്ല. പ്രവാചകൻ പഠിപ്പിച്ചിട്ടുമില്ല. പ്രവാചകൻ തുപ്പുന്നത് നിരോധിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, വെള്ളത്തിൽ ഊതാൻ പോലും പാടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞതാണ്. മാത്രമല്ല, അത്തഹൂർ നിസ്ഫുൽ ഈമാൻ, ശുദ്ധി എന്നത് ഈമാനിന്റെ പകുതിയാണ് എന്നാണ് ഇസ്ലാമിന്റെ പ്രമാണം. അള്ളാഹുവും പ്രവാചകനും ഖുർആനും പറഞ്ഞതിനപ്പുറം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നും ഉത്തരവാദിത്വം മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും ഇല്ല എന്ന് കൃത്യമായിട്ട് ഞാൻ പറയുന്നു. കച്ചവടം കിട്ടുന്നതിന് വേണ്ടി കച്ചവടക്കാർ ചെയ്യുന്ന കാര്യം ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും പിരടിയിൽ ഇടരുത്. ഇന്ന് ഹലാൽ ശർക്കരയെ കുറിച്ചും അരവണ പായസത്തെ കുറിച്ചുമൊക്കെ PC ജോർജ് ഇവിടെ പറഞ്ഞു. ഏറ്റവും അവസാനം ദേവസ്വം ബോർഡ് അതിന്റെ നിർമ്മാതാക്കൾക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അവർ മുസ്ലിങ്ങൾ പോലുമല്ല എന്ന് ദേവസ്വം ബോർഡ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്നവർ ബിസിനസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇസ്ലാമും മുസ്ലിങ്ങളും മറുപടി പറയണം എന്ന് പറഞ്ഞത് ശരിയല്ല. ഹലാല് ബോർഡ് വെക്കുന്നതും ഹലാല് സ്റ്റിക്കർ ഉൽപ്പന്നങ്ങളിൽ പതിക്കുന്നതുമൊക്കെ ബിസിനസ്സുകാരുടെ കച്ചവടം കൂട്ടാനുള്ള തന്ത്രമാണ്. മുസ്ലിങ്ങൾക്ക് അറുക്കുന്ന കാര്യത്തിലല്ലാതെ മറ്റൊരു കാര്യത്തിലും ഹലാല് നിഷ്കർഷിക്കേണ്ടതില്ല. അത് മാത്രമല്ല, സ്വന്തം വീട്ടിലേക്കും സ്വന്തം വീടുമായി ബന്ധപ്പെട്ട സദ്യകളിലും മാത്രമാണ് ഇക്കാര്യമുള്ളത്. യാത്രക്കാരോ മറ്റ് പ്രദേശങ്ങളിൽ പോയി ഭക്ഷണം കഴിക്കുന്നവരോ ഹലാല് ബോർഡ് ശ്രദ്ധിക്കേണ്ടതില്ല. ഹലാല് ഭക്ഷണമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് പോലുമില്ല. കഴിക്കുമ്പോൾ ബിസ്മി ചെല്ലണം എന്നതിലപ്പുറം മറ്റൊരു നിയമവും ഇസ്ലാമിലും മുസ്ലിങ്ങൾക്കും ഇല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഒരു കാര്യം വ്യക്തത, ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ 4ഓളം ബോർഡുകളുണ്ട് ഈ ഹലാൽ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഹലാൽ സർട്ടിഫിക്കറ്റ് ഗൾഫിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഉണ്ടാക്കിയ സംവിധാനമാണ്. നമ്മുടെ നാട്ടിൽ അതൊന്നും ബാധകമല്ല. ഇവിടെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഹോട്ടലിൽ ഹലാൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കിയാണോ ആരെങ്കിലും കയറുന്നത്? ഞാൻ അങ്ങനെ കയറാറില്ല. നല്ല മസാല ദോശ കിട്ടണമെങ്കിൽ അത് നന്നായി ഉണ്ടാക്കുന്നവരുടെ ഹോട്ടലിൽ കയറണം. എങ്കിൽ ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ ഈ ഗൾഫിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സിന് മാത്രമായിട്ട് നിജപ്പെടുത്തിക്കൂടെ? എന്തുകൊണ്ട് നമ്മുടെ ഭാരതത്തിൽ ഇത് കൊണ്ടുവരുന്നു? അല്ല, അതൊക്കെ ആര് കൊണ്ടുവന്നതാണ്? കയറ്റുമതി ബിസിനസ്സുകാര് അവരുടെ ഉൽപ്പന്നം ചെലവാകുന്നതിന് വേണ്ടി കൊണ്ടുവന്ന കാര്യങ്ങൾ വെച്ച് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കുറ്റപ്പെടുത്തരുത്. ഞങ്ങളാരും ഹലാൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഹോട്ടലുകളിലല്ല കയറുന്നത്. ഇവിടത്തെ എല്ലാ ഹോട്ടലുകളിൽ നിന്ന് കയറുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. നന്നായി ഭക്ഷണം കഴിക്കുന്നത് മുസ്ലിങ്ങളായതുകൊണ്ട് മറ്റ് മതസ്ഥർ നടത്തുന്ന ഹോട്ടലുകളിൽ പോലും ഹലാൽ എന്ന് എഴുതി വെക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു നോൺ ഹലാല് മാത്രമേ വിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ഒരു വിവാദം ഉണ്ടാക്കിയല്ലോ. അതിന്റെ ഒക്കെ അവസാനം എന്താണ്? അവര് രക്ഷപ്പെടാനും പോലീസ് നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനും ഉണ്ടാക്കിയ കള്ളക്കഥകളാണ് എന്ന് തെളിഞ്ഞില്ലേ? അതുകൊണ്ട് ഹലാല് ഭക്ഷണം, ഹലാല് ബോർഡ് വെച്ചെടുത്തുനിന്ന് മാത്രം ഭക്ഷണം കഴിക്കണം എന്ന ഒരു തിട്ടൂരം മുസ്ലിങ്ങൾക്കില്ല. അങ്ങനെ ഒരു നിയമം മതത്തിലുമില്ല. മുഹമ്മദ് നബി ഭക്ഷണത്തിൽ തുപ്പാനോ ഊതാനോ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ചെയ്തത് അത് അദ്ദേഹത്തിന് മാത്രമുള്ള കാര്യങ്ങളാണ്. അങ്ങ് പറഞ്ഞു വരുന്നത് ഈ നോൺ ഹലാൽ ഹോട്ടലുകളിലും ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് ഭക്ഷണം കഴിക്കാം, അതാണ് അങ്ങ് പറഞ്ഞു വരുന്നത്? എല്ലാവർക്കും ഏത് ഹോട്ടൽ നല്ല ഭക്ഷണം കിട്ടുന്ന എവിടെയും ഇത്രയും കാലം മുസ്ലിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഇനിയും ഭക്ഷണം കഴിക്കും. ഒരു കാര്യം ശ്രീ റഹ്മത്തുള്ള, ഈ നാളുകളിൽ നേരത്തെ ഞാൻ അങ്ങോട്ട് ചോദിച്ചിരുന്നു, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രചരിച്ച ഈ ഒരു വീഡിയോ, ഈ തുപ്പുന്ന ഈ വീഡിയോ, എന്തുകൊണ്ട് അത്തരം വീഡിയോ ഒന്ന് തള്ളി പറയാൻ അല്ലെങ്കിൽ അത്തരക്കാരെ തിരുത്താൻ പലപ്പോഴും തയ്യാറാകുന്നില്ല? ആര് പറഞ്ഞു? കേരളത്തിലെ പ്രമുഖ പണ്ഡിത സഭയുടെ വൈസ് പ്രസിഡന്റ് ഇല്യാസ് മൗലവി വളരെ പരസ്യമായി ഇതിനെതിരെ നിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഹദീസുകൾ മുഴുവൻ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അബ്ദുല്ല സാഹിബ് പറഞ്ഞു, മറ്റ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു. അപ്പോ ഈ തുപ്പുന്ന വ്യക്തികളെ തള്ളി പറയുന്നു അല്ലെ? ഈ തുപ്പുന്ന വ്യക്തികളെ തള്ളി പറയുന്നു മാത്രമല്ലേ അത് പ്രശ്നമുള്ളൂ. അവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് താങ്കൾ പറയുന്നു അല്ലെ? ഒരു ചോദ്യം, അങ്ങനെയെങ്കിൽ തുപ്പുന്നവരെ തള്ളിപ്പറയുന്നു, ഇസ്ലാം തള്ളിപ്പറയുന്നെങ്കിൽ നമ്മുടെ കോഴിക്കോട്ട് കാന്തർ ഉസ്താദിനെ തള്ളിപ്പറയുമോ? അങ്ങനെ ഞാൻ പോയിട്ടുള്ള അങ്ങനെ ചെന്നാലേ അങ്ങനെ കഴിക്കാതെ തുപ്പിയാ കൊടുക്കുന്നത്. ഞാൻ കണ്ടോണ്ട് നിൽക്കുക, എന്നെ കണ്ടത് നിഷേധിക്കുക. നിങ്ങള് ഹൃദയമില്ലാത്ത നിർമ്മാണം പറഞ്ഞു കേട്ടോ നിങ്ങള്.
ഞാൻ കണ്ട കാര്യമാണ്. നിങ്ങൾ തള്ളിപ്പറ. പി സി ജോർജ് കണ്ട കാര്യമാണെങ്കിലും ഞങ്ങൾക്ക് പ്രമാണങ്ങളിൽ നിന്നുകൊണ്ടേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ കാന്തപുര ഉസ്താദിനെ നിങ്ങൾ ഇസ്ലാം എല്ലാം തള്ളിപ്പറ, ഞാൻ സമ്മതിക്കാം. ഏത് ഉസ്താദാണെങ്കിലും ഇസ്ലാമിൽ അത് മാതൃകയല്ല. ഖുർആനും ഹദീസുമാണ് ഞങ്ങൾക്ക് മാതൃക. ഞാൻ കണ്ടോണ്ടിരുന്ന കാര്യം നിഷേധിച്ചിട്ട് കാര്യം അവര് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. ശരിയല്ല, അങ്ങനെ നിങ്ങൾ പറഞ്ഞ നല്ല കാര്യം, അത് നല്ല കാര്യം. വ്യക്തമാണ്. ശ്രീ ഫാദർ ജോൺസൺ തേക്കടിയിൽ, നമുക്കറിയാം ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഒതുങ്ങി നിന്നിരുന്ന ഈ ഒരു ഹലാൽ വിഷയം ഈ പല മേഖലകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. പാർപ്പിടം, ടൂറിസം, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. എന്തുകൊണ്ടാണ് ഈ ഭക്ഷണവുമായി യാതൊരു ബന്ധമില്ലാത്ത ഇത്തരം മേഖലകളിലേക്ക് കൂടി ഈ ഹലാൽ ഈ ഒരു സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഹലാൽ സംസ്കാരം വ്യാപിച്ചത് ഫാദർ ജോൺസൺ തേക്കടിയിൽ? അതിന്റെ കാരണം പ്രിയപ്പെട്ട റഹ്മത്തുള്ള വളരെ കൃത്യമായിട്ട് പറഞ്ഞതെല്ലാം ബിസിനസിന്റെ തന്ത്രമാണ്, തക്കിയ എന്ന് നമുക്ക് പൊതുവിൽ പറയാം. പല വ്യാജ ഭാവേന ബിസിനസിന്റെ വർധനവുണ്ടാക്കുക, പണസമ്പാദനം ഉണ്ടാക്കുക. എന്നാൽ അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് തുപ്പൽ തന്നെയാണല്ലോ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് നിന്നുകൊണ്ട് സംസാരിക്കാം. നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ട, റഹ്മത്തുള്ള വളരെ കൃത്യമായിട്ട് പറഞ്ഞെങ്കിലും അതിന്റെ ബാക്കി ഭാഗം കൂടെ ഞാൻ പറയാം. റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമി വളരെ കൃത്യമായിട്ട് തന്റെ ജീവിതചര്യകളെ പിന്തുടരുവാനായിട്ടാണ് തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനെ നമ്മൾ രണ്ടു വിധത്തിലാണ് കാണുന്നത്. ഒന്ന് സുന്നത്തിൽ കൗൾ എന്നും സുന്നത്തിൽ ഔൾ എന്നും. അത് റഹ്മത്തുള്ളാഹിക്ക് അറിയാം വാക്ക്. സുന്നത്തിൽ ഔൾ, സുന്നത്തിൽ കൗൾ. നബി തിരുമേനി പറഞ്ഞതായ കാര്യങ്ങൾ അതേപോലെ തന്നെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക, അദ്ദേഹം കാണിച്ചതായിട്ടുള്ള ജീവിതചര്യകളെ അതേപോലെ ജീവിതത്തിൽ പകർത്തിയെടുക്കുക. അപ്പൊ ഇത് രണ്ടും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രാമാണിക ഗ്രന്ഥങ്ങളാണ് സഹീഹുൽ ബുഖാരിയും അതുപോലെ സഹീഹ് മുസ്ലിം. മറ്റ് ഹദീസുകളൊക്കെ തന്നെ തള്ളിപ്പറഞ്ഞാലും റഹ്മത്തുള്ളാഹിക്ക് ഒരു കാരണവശാലും സഹീഹ് ബുഖാരിയെ തള്ളിപ്പറയാനും സഹീഹ് മുസ്ലിമിനെ തള്ളിപ്പറയാനും കഴിയുകയില്ല. കാരണം അത് സുന്നികളായിരുന്നാലും ശരി, മുജാഹിദുകളായിരുന്നാലും ശരി, ജമായത്തായിരുന്നാലും ശരി, അവരെല്ലാം അത് അതേപോലെ തന്നെ ബൈഹാർട്ട് ആക്കുകയോ അല്ലെങ്കിൽ അത് പ്രാമാണിക ഗ്രന്ഥമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ജീവിതചര്യകളിൽ വെളിപ്പെടുത്തുകയോ ചെയ്യേണ്ടതാണ്. ഇവിടെ ജീവിതചര്യയുടെ ഭാഗ്യമായിട്ട് തന്നെയാണ് നബി തിരുമേനി ആ മാംസത്തിൽ തുപ്പിയതും ആ കുഴയ്ക്കാൻ കൊണ്ടുവന്ന മാവിൽ തുപ്പിയതും, ജാബീറിന്റെ ഭാര്യ കൊണ്ടുവന്നിട്ടുള്ള ആ മാവിൽ തുപ്പിയതും അതിന് ശേഷമാണ് അത് കുഴച്ച് അപ്പം ഉണ്ടാക്കി. അതേ രീതിയിൽ തന്നെയാണ് ആദ്യമേ ഞാൻ പറഞ്ഞതായ 5 ചെറുപ്പക്കാർ, 5 പാചകക്കാരെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരും ചെയ്തിരുന്നത്. അത് അതേപോലെ അനുകരിക്കുകയായിരുന്നു. ഇന്നും അതിന്റെ അനുകരണങ്ങളാണ് വീഡിയോയിൽ കൂടെ നമ്മൾ കാണുന്നത്. കൂറ തങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ള ആദരണീയനായിട്ടുള്ള തങ്ങള് വളരെ കൃത്യമായിട്ട് ആഹാരം എടുത്തിട്ട് ബിരിയാണി ആയിരുന്നാലും എന്തായിരുന്നാലും അത് ഒരു നേർച്ചയ്ക്കോ എന്തായിക്കൊള്ളട്ടെ, അത് എടുത്തിട്ട് അതിനകത്ത് തുപ്പുകയും അത് പിന്നെ മിക്സ് ചെയ്തിട്ടാണ് എല്ലാവർക്കും കൊടുത്തത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും വേദപ്രമാണത്തിൽ അല്ലെങ്കിൽ മതഗ്രന്ഥത്തിൽ ഉള്ളത് തന്നെയാണ്. അതിനെ തള്ളിക്കളയാൻ പറ്റുകയില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഹദീസുകൾ നമ്മള് തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അതിനെതിരെ ഫത്വ പുറപ്പെടുവിക്കുകയോ ചെയ്യേണ്ടി വരും. അപ്പൊ അത് പറ്റുകയില്ല. പിന്നെ എവിടെയാണ് നമുക്ക് തിരുത്താൻ കഴിയുന്നത്? നമുക്ക് തിരുത്താൻ കഴിയുന്നത് ഈ ബിസിനസ് മേഖലയിൽ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ തക്കവണ്ണം അതിന്റെ മേലധ്യക്ഷന്മാർ വളരെ ശക്തമായിട്ട് പെരുമാറണം. ഇപ്പം പി സി ജോർജ് സാറ് എന്നോട് യോജിക്കാത്ത പല കാര്യങ്ങളും ഉണ്ടാകും. പക്ഷെ എനിക്ക് എൻ്റെ രാജ്യത്തോടുള്ള കൂറ്, എൻ്റെ സമൂഹത്തോടുള്ള കൂറ് എന്ന് പറയുന്നത് എല്ലാവരും ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചത് സമൂഹത്തിന് വെളിച്ചമായിട്ടിരിക്കാനും ഭൂമിക്ക് ഉപ്പായിട്ടിരിക്കാനുമാണ്. അപ്പൊ സമൂഹത്തില് തിന്മയായിട്ട് തന്നെ എടുത്തു പറയാനും മോശപ്പെട്ട കാര്യങ്ങൾ മോശമാണെന്നും നന്മ ഇതാണെന്നും എടുത്തു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഈ പറയുന്ന പി സി ജോർജ് സാർ തന്നെയാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് SDPI പിള്ളേരെ പോലെ നല്ല മതഭക്തരില്ലെന്ന് പറഞ്ഞതായിട്ടുള്ള നാവാണ് സാറിന്റെ എന്നുള്ളത് മറന്നു പോകരുത്. ഞാൻ സാറിനെ പറയട്ടെ. അച്ഛൻ മറക്കും, ഞാൻ മറക്കും അച്ഛൻ. ഞാൻ തിരിച്ചു വരാം. അതിന് മറുപടി അടുത്ത ഘട്ടത്തിൽ താങ്കൾക്ക് പറയാനുള്ള അവസരം ഉണ്ടാവും. അതായത് പി സി ജോർജ് സാർ പറഞ്ഞതിനെ ഞാൻ തെറ്റായിട്ടല്ല പറഞ്ഞത്. അന്ന് SDPI അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് സാറ് പഠിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ സാർ ഇപ്പോൾ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് അപകടമാണ്,
ഇപ്പോൾ അത് അപകടമാണ് എന്ന് പറയുന്നു. സാറ് പറയുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ സാറ് എൻ്റെ യൂട്യൂബ് ചാനലും ഇവിടെ ഷെക്കിനയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി അതിനകത്ത് ദൂരവ്യാപകമായിട്ടുണ്ടാകുന്ന വിപത്തിനെ കുറിച്ച് മനസ്സിലാക്കി ഐക്യമായിട്ട് എല്ലാവരും, അതിന്റെ അർത്ഥം മുസ്ലിം സഹോദരങ്ങളെ മാറ്റി നിർത്തുക എന്നുള്ളതല്ല, അവരെ കൂടെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. എന്താണ് ഇതിനകത്തെ ദൂഷ്യവശങ്ങൾ, എങ്ങനെ നമുക്കിതിന് പരിഹാരം കണ്ടെത്താൻ കഴിയും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ അടുത്ത സമയത്ത് കണ്ട ഒരു കാഴ്ച വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ്. എൻ്റെ നാട്ടില് ഏറ്റവും കൂടുതൽ ഹോട്ടലുകൾ നടത്തുന്ന മുസ്ലിം സഹോദരങ്ങൾ, പക്ഷേ അവിടെ പണ്ടാരികളായിട്ട് അവിടെ പാചകക്കാരായിട്ടുള്ളതൊക്കെ അമുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങളാണ്, ഹിന്ദുക്കളായിട്ടുള്ള സഹോദരങ്ങളും ഒക്കെയാണ്. പക്ഷെ ഈ നാളുകളിൽ അങ്ങനെയുള്ള ഹോട്ടലുകൾ ആരും കയറുന്നില്ല, പല ഹോട്ടലുകളും അടച്ചു. അത് ദൂരവ്യാപകമായിട്ടുണ്ടാക്കുന്ന വലിയ ദുരന്തം എന്താണെന്നറിയാമോ? സാമ്പത്തിക ക്ലേശം കൂട്ടുകയാണ് നമ്മുടെ നാടിന്. സാമ്പത്തികമായിട്ട് നമ്മൾ ഒരുപാട് പിന്നോട്ട് പോവുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിൽ പോയി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ എൻകറേജ് ചെയ്യാന്നല്ല, പക്ഷെ അതുകൊണ്ട് ഉപജീവനം കഴിഞ്ഞതായിട്ടുള്ള നിരവധി കുടുംബങ്ങൾ അതിന് ജാതിയും വർഗവർണ്ണ വ്യത്യാസം ഇല്ലാതെ തന്നെ ബാധിക്കപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളെ നമ്മൾ പൊതുവിൽ എടുക്കുമ്പോൾ തന്നെ അതിന്റെ പണ്ഡിതന്മാരുമായ കൂടെ കൂട്ടിക്കൊണ്ട് എങ്ങനെ നമുക്കിതിന് പരിഹാരം കാണാൻ കഴിയും, എങ്ങനെ നമുക്ക് ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയും, അതിനെക്കുറിച്ചൊരു ചർച്ച എനിക്ക് തോന്നുന്നു പി സി ജോർജ് സാറിനാണ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു വാക്കൂടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞിട്ടുള്ള എ പി അബൂബക്കർ ഉസ്താദിനെ പോലെയുള്ള ആളുകളെ പോയി കണ്ടോ അല്ലെങ്കിൽ അവരെ വിളിച്ചോ, ഇത് എങ്ങനെയെങ്കിലും നമുക്ക് ഈ താക്കിയ അല്ലെങ്കിൽ ചതിപ്രയോഗങ്ങൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് സ്നേഹത്തിലും ഐക്യത്തിലും നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുകയാണ് ഇനി അത്യാവശ്യമായിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഇവിടെ ഭയങ്കരമായ പോളറൈസേഷൻ, ഭയങ്കര ധ്രുവീകരണം ഉണ്ടാകാൻ പോവുകയാണ്. അത് വലിയ അപകടമാണ്. നമ്മുടെ രാജ്യം ഇവിടെ മുല്ലപ്പെരിയാറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനേക്കാളും വലിയ അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പി സി ജോർജ് സാർ പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ മുൻകൈ എടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ, നേരത്തെ ഫാദർ ജോൺസൺ തേക്കടിയിലൂടെ ചോദിച്ച ഒരു ചോദ്യം, ഈ ഹലാൽ ഈ ഒരു സംസ്കാരം ഭക്ഷണ മേഖലയിൽ മാത്രമല്ല സമസ്ത മേഖലകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. എന്തിന് ഈ നായ്ക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ പോലും ഹലാൽ മുദ്ര നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു ഹലാൽ ഒരു സംസ്കാരത്തിലൂടെ കേരളത്തെ ഒരു പിടിച്ചെടുക്കുവാൻ, ഈ ഒരു ബിസിനസ് മേഖല അല്ലെങ്കിൽ കേരള സമൂഹത്തെ പിടിച്ചെടുക്കുവാനുള്ള ഒരു രഹസ്യ അജണ്ട പ്രവർത്തിക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ ശ്രീ ജയസൂര്യൻ? തീർച്ചയായിട്ടും അതൊരു രഹസ്യ അജണ്ടയൊന്നും അല്ല, പരസ്യ അജണ്ട തന്നെയാണ്. ബിസിനസ് മേഖല പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. പക്ഷേ ബുദ്ധിയുള്ള മുസ്ലിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഈ പ്രവണതയെ ഉടനെ തടയേണ്ടതാണ്. തടഞ്ഞില്ല എങ്കിൽ ഇവിടെ ബുദ്ധിയുള്ളത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനിക്കും ഒക്കെ ബുദ്ധിയുണ്ട്. അപ്പോൾ അവരുടെ തലയിലുള്ള ബുദ്ധി എടുത്തൊന്ന് തിരിച്ചു ഉപയോഗിച്ചെന്നിരിക്കട്ടെ. ഈ തരത്തിൽ ഈ ഹലാലായിട്ടുള്ള ബിസിനസ് അല്ലെ മുസ്ലിം ബിസിനസ് ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണെന്ന് തീരുമാനിച്ചാൽ ഇവിടെ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിമിന്റെ സാമ്പത്തിക രംഗം അപ്പാടെ തകർക്കാൻ പറ്റും. ശ്രീമാൻ പി സി ജോർജ് ഇപ്പോ ഈരാറ്റുപേട്ടയിലെ വസ്ത്രവ്യാപാരത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അതുപോലെ ഭാരതം മുഴുവൻ ഉള്ള വ്യാപാര മേഖലയിൽ ഈ തരത്തിലുള്ള ഹലാൽ ബിസിനസിനെ എതിർക്കണമെന്ന് ഇവിടുത്തെ അമുസ്ലിങ്ങൾ അവരാരൊക്കെ ആയാലും അവര് തീരുമാനിച്ചാൽ മുസ്ലിങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർന്നു പോകും. കാരണം മുസ്ലിം സമൂഹം ബിസിനസ്സിലാണ് ഊന്നി നിൽക്കുന്നത്. അപ്പോൾ മുസ്ലിം സമൂഹത്തിൽ ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിയന്തരമായി ഇടപെട്ടിട്ട് ഈ അനാചാരം അവസാനിപ്പിച്ചില്ലെങ്കിൽ നമ്മളുടെ അടുത്ത തലമുറ ഈ രാജ്യത്ത് പട്ടിണി കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതല്ലാതെ ഇത് ഞങ്ങളുടെ മത ആചാരമാണ്, ഞങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ അതിനെ തിരിച്ചടി അതിശക്തമായിരിക്കും. മാത്രമല്ല, ഇപ്പോൾ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം തീവ്രവാദം ലോകത്ത് മുഴുവൻ പിടിമുറുക്കിയിരിക്കുന്നത്? ഒരൊറ്റ കാര്യത്തിലാണ്, പെട്രോ ഡോളറിന്റെ കാര്യത്തിലാ. പെട്രോളും ഡീസലും വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഭീകരവാദം തകർത്താനും ഇതുപോലെയുള്ള കാര്യങ്ങൾ തീവ്രമായിട്ട് നടപ്പാക്കാനും കഴിയുന്നുള്ള അഹങ്കാരം കൊണ്ടാണ്. ഇപ്പോ 2-3 വർഷം കഴിയുമ്പോ ലോകത്തുള്ള മോട്ടോർ വാഹനങ്ങളുടെ 30-40% ബാറ്ററി വാഹനമാകും. 10 വർഷം കഴിയുമ്പോൾ പെട്രോളും ഡീസലും ആർക്കും വേണ്ടാതാകും. അന്ന് അവസാനിക്കും ഈ പറഞ്ഞ ഹലാൽ, അന്ന് അവസാനിക്കും ഈ തീവ്രവാദം. അപ്പോൾ അതിനു മുമ്പ് ലോക സമൂഹം ഒന്നടങ്കം ഇസ്ലാമിക സമൂഹത്തിനെതിരെ ഒറ്റക്കെട്ടായി നീങ്ങാൻ ആണ് ഇത്തരത്തിലുള്ള ഹലാൽ നീക്കങ്ങൾ വഴിമരുന്നിടുന്നത്. അപ്പോ ഇസ്ലാമിക തീവ്രവാദികളാണ് ഇതിന്റെ പുറകിലുള്ളത്. മിതവാദികളായ ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു എന്ന് പറയാൻ
ഇസ്ലാമിക സമൂഹത്തിലെ ബുദ്ധിയുള്ള മിതവാദികളായിട്ടുള്ള നല്ല മനുഷ്യരുണ്ടെങ്കിൽ അവർ സത്യസന്ധമായിട്ട് മുന്നോട്ട് വരണം. അവരെന്തിനാ മടിക്കുന്നത്? അവരെന്തിനാ നിശബ്ദത പാലിക്കുന്നത്? അവരെന്തുകൊണ്ടാ ഈ തോന്നിവാസത്തിനെ തള്ളിപ്പറയാത്തത്? അപ്പൊ ഇസ്ലാമിക സമൂഹത്തിൽ നല്ല മനുഷ്യരുണ്ട് എങ്കിൽ, ബുദ്ധിയുള്ളവരുണ്ട് എങ്കിൽ, മനുഷ്യത്വവും ജനാധിപത്യവും സമത്വവും അംഗീകരിക്കുന്നവരുണ്ട് എങ്കിൽ പരസ്യമായിട്ട് രംഗത്ത് വരൂ. എന്നിട്ട് പരസ്യമായിട്ട് തള്ളിപ്പറയൂ, ഇത് ഇസ്ലാം വിരുദ്ധമാണ്, ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഇത് ഭാവിക്ക് അപകടമാണ്, ഇത് ചെയ്യരുത് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഇസ്ലാമിക നേതാക്കന്മാർ തയ്യാറാവാത്തത്? എന്തുകൊണ്ടാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് ഇവിടെ പത്രപ്രവർത്തകരും ബുദ്ധിജീവികളും ചിന്തകന്മാരും എഴുത്തുകാരും കവികളും സാഹിത്യ സാംസ്കാരിക നായകന്മാരും നാവിറങ്ങിപ്പോയത്? അതിന്റെ കാരണം ഇതാണ്. അവർക്കൊക്കെ ഇസ്ലാമിന്റെ തീവ്രവാദ ശക്തികളുടെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച കിട്ടും, ഇവിടുത്തെ രാഷ്ട്രീയക്കാരന് വോട്ട് കിട്ടും. അതുകൊണ്ടാണ് അവരൊക്കെ ഈ അനാചാരത്തെ പഞ്ചപുച്ഛമടക്കി അനുസരിച്ച് നിൽക്കുന്നത്. അല്ലാതെ അവർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. ഇത് അനാരോഗ്യകരമാണ്, ഇത് തുപ്പല് ദുരാചാരമാണ്, അനാരോഗ്യകരമാണ്, അപകടമാണെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. അപ്പോൾ 10 വോട്ട് കിട്ടുമെങ്കിൽ ആ തുപ്പല് മുഴുവൻ ശരീരത്തിൽ ഏറ്റുവാങ്ങിച്ചിട്ട് അകത്തുപോയി ഒന്ന് കുളിച്ചാൽ മതിയല്ലോ എന്ന് പി സി ജോർജ് സാർ പറഞ്ഞതുപോലെ അവരൊക്കെ ഇത് ഏറ്റുവാങ്ങുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാ. പക്ഷെ 10 വോട്ട് കൂടെ വരുന്നതാണല്ലോ എന്നോർത്ത ആ തുപ്പല് സഹിക്കുകയാണ്. പക്ഷേ എത്ര കാലം സഹിക്കും? അപ്പൊ വോട്ടിന്റെയും നോട്ടിന്റെയും കാര്യത്തിൽ ഇത് മുന്നോട്ട് സഹിക്കാൻ പോകുന്നില്ല എന്ന് കണ്ടാൽ അന്ന് തീരും ഈ തുപ്പലും, അന്ന് തീരും ഈ ഹലാലും. പക്ഷേ അതിനു മുമ്പ് സമൂഹം അപകടകരമായി ചിന്തിച്ചിരിക്കും, സമൂഹം ഇസ്ലാം വിരുദ്ധമായിട്ട് ചിന്തിച്ചിരിക്കും. അങ്ങനെ ചിന്തിച്ചാൽ അതിന്റെ അടിസ്ഥാന കാരണം ഇവിടുത്തെ ക്രിസ്ത്യാനിയോ മുസ്ലിമോ അല്ല, ഇവിടുത്തെ മറ്റാരെങ്കിലും അല്ല. അതിനൊക്കെ അടിസ്ഥാനം ഇത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ടും മിണ്ടാതിരിക്കുന്ന മുസ്ലിങ്ങളാണ്. ഇത് അനാചാരമാണെന്ന് അറിയാമെങ്കിലും അതിനെ അംഗീകരിച്ചു കൊടുക്കുന്ന മുസ്ലിമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നല്ല മുസ്ലിങ്ങൾ മുന്നോട്ട് വരൂ, പരസ്യമായിട്ട് മുന്നോട്ട് വരൂ, ഇത് തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കൂ. അങ്ങനെ പ്രഖ്യാപിച്ചാൽ ഇസ്ലാം മതത്തിനകത്ത് നിന്ന് തന്നെ ഇസ്ലാമിനെ തിരുത്താൻ പറ്റും. അല്ലാതെ ഇപ്പോ ഇവിടെ ഇരിക്കുന്ന തേക്കടിയിലച്ഛനോ ഞാനോ ഇസ്ലാമിനെ തിരുത്താനായിട്ട് വന്നാൽ അത് വർഗീയവാദമാണെന്ന് പറയും, പി സി ജോർജ് സാർ വന്നാൽ അത് രാഷ്ട്രീയമാണെന്ന് പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ തിരുത്തേണ്ടത് ഇസ്ലാമിക സമൂഹത്തിനകത്തുള്ള ബുദ്ധിയുള്ള ആൾക്കാർ തന്നെ തിരുത്തണം. ആ തിരുത്തലിന് ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറാവണം. ഇപ്പൊ ഷെക്കീന ടി വി ഈ ചർച്ച ചെയ്ത പോലെ ഇവിടുത്തെ മുഖ്യധാര ടി വികൾ എന്താ ചർച്ച ചെയ്യാത്ത? ചർച്ച ചെയ്താൽ അവർക്ക് പേടിയാണ്, പരസ്യം പോകും. ഷെക്കീന ടി വിക്ക് ഇനി പരസ്യം വേണ്ടാത്തതുകൊണ്ടായിരിക്കും ധൈര്യമായിട്ട് ഇത് ചർച്ച ചെയ്തത്. അതുകൊണ്ട് പരസ്യം പോകുമെന്ന് പേടിയില്ലാതെ ചാനലുകൾ ചർച്ച ചെയ്യട്ടെ, പത്രങ്ങൾ എഴുതട്ടെ, സമൂഹം ഈ വസ്തുതകൾ തുറന്ന് ചർച്ച ചെയ്യട്ടെ. വളരെ വ്യക്തമായി തന്നെ താങ്കൾ ആ വിഷയം അവതരിപ്പിച്ചു. ശ്രീ പി സി ജോർജ്, ആദ്യം നേരത്തെ ഫാദർ ജോൺസൺ തേക്കടയിൽ ഉന്നയിച്ച ആ ഒരു വിഷയത്തിൽ താങ്കൾക്ക് മറുപടി പറയാം. ശ്രീ പി സി ജോർജ്. അച്ഛൻ പറഞ്ഞ SDP അച്ഛൻ ഞാൻ ഈ കാണുന്നതനുസരിച്ച് അഭിപ്രായം പറയുന്നത്, അല്ലാതെ കള്ളം പറയുന്ന ഈ ഇടപാട് എനിക്കില്ല. അന്ന് എപ്പോഴാന്ന് വെച്ചാൽ SDP അനുകൂലിച്ച് വർത്താനം പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ അടുത്ത കാലത്ത് SDP അനുകൂലിച്ച് വർത്താനം പറഞ്ഞ എന്താ കാര്യം? ഇവിടുത്തെ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടലുണ്ടായപ്പോ ഞാൻ കൂട്ടിക്ക് ചെല്ലുമ്പോ ആ പ്രദേശത്തെ വീട് മുഴുവൻ കഴുകി വൃത്തിയാക്കാൻ SDP ചെറുപ്പക്കാർ നിൽക്കുക. നല്ലതെന്ന് പറയാതിരിക്കാൻ പറ്റും. അവർ ചെയ്ത് തെറ്റാന്ന് പറയും, എന്നെ കിട്ടുകയില്ല. അവർ ചെയ്ത് നല്ലതെന്ന് പറയും. ഇവരെ SDP ഞാൻ എപ്പോഴാ കുറ്റപ്പെടുത്തുക? അച്ഛൻ പറഞ്ഞ അനുകൂലിച്ചെന്നും അവർ എന്നാ ഇവരെ ബന്ധം ഞാൻ വിച്ഛേദിച്ച് ഇവരെ കുറ്റപ്പെടുത്തിയെന്ന് അറിയാൻ വെച്ചു. നമ്മുടെ ഇത് മഹാരാജ് കോളേജിലെ അഭിമന്യു എന്ന് പറയുന്ന കൊച്ചി ചെറുപ്പക്കാരൻ, പട്ടികജാതിക്കാരൻ, മൂന്നാറുകാരന്, SFI യൂണിറ്റ് പ്രസിഡന്റ്, അവനെ 18ഓളം SDP മട്ടാഞ്ചേരി എന്ന കുത്തിക്കൊന്നത്. എന്തൊരു പൂക്കൃതര, എന്തൊരു നീചത്തരം ഇവന്മാര് ചെയ്തത്. മുഖ്യമന്ത്രി ആരാ? CPM. പിണറായി ഇവരെ പിടിക്കാൻ തയ്യാറില്ല. എന്നെ കാരണം SDP-ക്കാരെ എന്റെ കാര്യം. അല്ലാതെ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ കാണുന്നതിനെല്ലാം പിന്തുണ കൊടുക്കുകയും കാണുന്നതിന് പിന്തുണ ഉന്നയിക്കുകയല്ല. നേരത്തെ ശ്രീ ജയസൂര്യൻ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തോടുള്ള ഒരു ഭയം, മാധ്യമങ്ങൾക്ക് സാമ്പത്തിക മേഖല, അവരുടെ ഒരു സാമ്പത്തിക മേഖല നഷ്ടപ്പെടും എന്നുള്ളൊരു ഭയം, ഈ രണ്ട് ഭയങ്ങൾ മൂലമാണോ ഇത്തരം വിഷയങ്ങൾ ഗൗരവമായ രീതിയിൽ രാഷ്ട്രീയ മേഖലയിലുള്ളവരും മാധ്യമ മേഖലയിലുള്ളവരും ചർച്ച ചെയ്യാത്തത്? ശ്രീ പി സി ജോർജ്. ജയസൂര്യ പറഞ്ഞത് അഭിപ്രായം 100% ശരിയാന്ന് വിശ്വസിക്കുന്ന ആളായി. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ, അങ്ങേർക്ക് അറിയാൻ പാടില്ല ഇത് മുഴുവൻ? ഇതുപോലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ട് അറിയാമായിട്ട് പുള്ളി കണ്ടില്ല എന്ന് വെച്ചിരിക്കില്ലേ? അദ്ദേഹത്തെ അറിയാൻ മേലാത്ത കാര്യമാണോ ഇത്? ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ.
നാനൂറുള്ള ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട കണക്കെങ്കിലുണ്ട്. ഇവിടെ റഹ്മത്തുള്ള എന്ന് പറയാ, അവിടെ ആരാണ്ടല്ല അന്വേഷിച്ചൊന്നുമില്ലെന്ന് കണ്ടെത്തിയെന്ന് തലയോട് വർത്താനം പറഞ്ഞാല് ഇതൊരു സത്യമാണെന്ന്. ഇപ്പൊ അത് തന്നെയല്ല, ഇപ്പൊ ഈ ചാനലുകാരുടെ പ്രത്യേകം ഇവിടെ ചാനലുകാർ അച്ഛൻ പറഞ്ഞോട് പറയാം, ഈ ചാനലുകാർക്ക് പരസ്യം കൊടുക്കുന്നവരുടെ അഴിവായിട്ടല്ല വല്ലതും ചാനലുകാർ വർത്താനം പറയൂ. ചാനലുകാർ നിവൃത്തിയില്ലാട്ടെ, എന്റെയൊക്കെ പത്രസമ്മേളനം കൊടുക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ കൊടുക്കുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൂടെ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ കൊണ്ട് ഇവന്റെ ഒന്നും ഔദാര്യം വേണ്ട. അച്ഛൻ ഒന്ന് ആലോചിച്ച്, പത്രങ്ങള് ഏതെങ്കിലും പത്രം നിഷ്പക്ഷ പത്രോട്ട് വെച്ചു. ഈ ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞ വർഗീയതയാണ്, അത് അംഗീകരിക്കാൻ പറ്റില്ല. അച്ഛൻ ആയിരുന്നല്ലോ വെച്ചാൽ ഞാനങ്ങനെ വർഗീയത കാണിക്കുന്നതല്ല. ഈരാറ്റുപേട്ടയിൽ ഹലാൽ ചിക്കൻ, പനച്ചപ്പാറക്കാരൻ ഒരു ഹൈന്ദവനാ, ഹലാൽ പോർക്ക് അവൻ ബോർഡെല്ലാം പൂഞ്ഞായിട്ട് ബോർഡെല്ലാം ഉണ്ടാക്കി. അന്നേരം അവിടെ നാളെ എന്നെ വിളിച്ചു, ഞാൻ അവിടെ ചെന്നു, പൊന്നുമാനെ ദൈവത്തോർത്ത് ചെയ്യരുത്, അവന് കാക്കാനും വിവരമില്ലാത്ത കൊണ്ടാണ് ഹലാൽ ചിക്കൻ പറഞ്ഞ് കിടക്കുന്നത്, നീ ഹലാൽ പോർക്കും കൂടി ചെയ്യരുത്, അത് ശരിയല്ല എന്ന് പറഞ്ഞ് അവനെ പിൻവലിപ്പിച്ചവൻ. അതൊക്കെ വഴക്കുണ്ടാക്കാനൊന്നും ഞാനില്ല. പക്ഷെ ഇവന്മാരുടെ ഈ വർഗീയ സ്വരം ഒന്ന് മാറണം. ഇത് നാണം കെട്ട ശൈലാണ്, മനസ്സിലായില്ലേ? ഞാൻ കാന്തപുര ഉസ്താദിനെ പോയി കാണുമ്പോൾ കാന്തപുര ഉസ്താദ് അവിടെ ഇല്ലാതിരുന്നിട്ടും എന്നെ വിളിച്ചു അവിടെ കയറിച്ച് പോരാമെന്ന് തോന്നി. കാന്തപുരത്തിന് കോഴിക്കോട് ഞാൻ അവിടെ ചെന്ന് 5 മിനിറ്റ് കൊണ്ട് 10,000-ഓളം ആളുകളെ അണിനിരത്തി എന്നെ കൂടെ അവിടെ പ്രസംഗിപ്പിച്ച്. അത്രയും ശുദ്ധനായ മനുഷ്യൻ എന്നോട് സ്നേഹമുള്ള ആളാ കാന്തപുര ഉസ്താദ്. അവിടെ ചെല്ലുന്ന എന്നെ തുപ്പിയിലെ മനുഷ്യ സമ്മതിക്കില്ല, മുസ്ലിങ്ങൾ ചെല്ലുന്നത് കൈ നീട്ടി കൊടുക്കുക, പുള്ളി നക്കുക. അങ്ങനെ തുപ്പി മനുഷ്യന് 1000 പേരൊക്കെ തുപ്പാൻ പറ്റുമോ? പുള്ളി ഉടനെ ഇങ്ങനെ നോക്കുമ്പോൾ പുറകെ ഒരാൾ വെള്ളം കുടിക്കുക ഗ്ലാസ്സിൽ, ഇങ്ങനെ കയ്യിൽ ഒഴിച്ചു കൊടുക്കും, അല്ല വായിൽ ഒഴിച്ചു കൊടുക്കും, പുള്ളി ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുക. അത് അവിടെ ഒരു വിശ്വാസം. നമ്മളതിന് അറിയാൻ പോകണ്ടെന്നേ, നമ്മൾ ആ തുപ്പിന് മേടിക്കണമെന്ന് വെച്ചിട്ട് എന്റെ അഭിപ്രായം അതാ. മുസ്ലിങ്ങളുടെ നിയമപ്രകാരം അവർ ജീവിച്ചോട്ടെ. ഇന്ത്യ എന്ന് പറയുന്ന മഹത്താ രാജ്യത്ത് മുസ്ലിമിനും മതേതര രാഷ്ട്രമാണ്. മുസ്ലിമിന് അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെന്തിനാ തടയുന്നത്? അവര് ഇടത്തോട്ട് വലത്തോട്ടോ വലത്ത് ഇടത്തോട്ടോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് നേട്ടം. ഞാൻ അഭിപ്രായത്തില് അതൊന്നും നോക്കേണ്ട കാര്യം നമുക്കില്ല. പക്ഷേ നമ്മളും അതുപോലെ ചെയ്തോണം എന്നവർ നിർബന്ധിക്കരുത്. നമ്മുടെ പെണ്ണുങ്ങളെ തന്നെ തട്ടിച്ചുകൊണ്ട് പോകണം. ആ തട്ടിക്കൊണ്ട് പോയാൽ പോരാ, കോഴിക്കോട്ട് വലിയൊരു ജയിലറ പോലെ ഉണ്ടാക്കിയിട്ടിരിക്കുക. അവിടെ ചെന്ന് മുസ്ലിം ആക്കി കഴിഞ്ഞാൽ ഉടനെ ബലാത്സംഗം നടക്കുന്ന ഒരു പെണ്ണിനെ പുറത്ത് കിട്ടിയപ്പോൾ ഇതൊക്കെ എനിക്ക് കിട്ടിയത്. ആ പെണ്ണുണ്ട് സത്യം പറയും, അവിടെ ചാനലിൽ കൊടുക്കാതിരിക്കാൻ ഞാൻ മനപ്പുറം എന്നാൽ വലിയ അത് ആ പെണ്ണ് ചാനലിൽ പറഞ്ഞാൽ വലിയ വിപ്ലവം ഉണ്ടോ അവിടെ. അവിടെ ആ കൊച്ചിനെ തടഞ്ഞു വെച്ചിരിക്കുന്നത് അറിയാം അച്ഛൻ നിങ്ങൾക്ക് പറയും വിപ്ലവം. അപ്പൊ എന്ത് കടുകയായി ചെയ്യുന്നത്? അത് കഴിഞ്ഞോ? ഒന്നും കൂടെ നിർത്തിയേക്കാം. അത് കഴിഞ്ഞ് കൊച്ചുങ്ങളെ നേരെ സിറിയക്ക് താലിബാന്റെ ബേസികളായി കൊടുക്കുക. നമ്മുടെ കൊച്ചുങ്ങളെ കൊണ്ടുപോയി ഒരു മുസ്ലിം പെണ്ണുങ്ങളെമാർ കൊണ്ടുപോയിട്ടില്ലല്ലോ. ഇവിടെ ഹിന്ദുവിന്റെ ക്രിസ്ത്യാനി കൊച്ചുങ്ങളെ മാത്രമല്ലേ കൊണ്ടുപോകുന്നുള്ളൂ. എന്നാ ഇവനൊക്കെ സൂക്കേട്? ഇതൊക്കെ എതിർത്തേ പറ്റൂ. ശ്രീ റഹ്മത്തുള്ള, നേരത്തെ ശ്രീ ജയസൂര്യനും ശ്രീ പി സി ജോർജും പറഞ്ഞു ഈ ഹലാലുമായിട്ട് ബന്ധപ്പെട്ട് ചില തിരുത്തലുകൾ ആവശ്യമാണ്. പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. പറഞ്ഞോളൂ. വളരെ രസകരമായ കാര്യം എന്ന് പറയുന്നത്, മുസ്ലിങ്ങള് ഹലാലായ ഭക്ഷണം ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കഴിക്കണമെന്നോ മുസ്ലിങ്ങൾ തന്നെ കഴിക്കണമോ നിർബന്ധിക്കുന്നില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വേർതിരിവുമില്ല. എല്ലാ ഭക്ഷണവും എല്ലാവർക്കും കഴിക്കാം. അങ്ങനെ ഹലാല് ബോർഡ് വെച്ച് കച്ചവടം നടത്തണമെന്ന് മുസ്ലിങ്ങൾ ആരോടും നിർദ്ദേശിച്ചിട്ടില്ല. തുപ്പിയതും ഊതിയതും കുടിക്കണമെന്ന് ഇസ്ലാമിൽ നിയമവുമില്ല. ഉസ്താദുമാരോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന പുണ്യപുരുഷന്മാരെന്ന് അവകാശപ്പെടുന്നവരോ അല്ല ഞങ്ങൾക്ക് മാതൃക. ഞങ്ങൾക്ക് മാതൃക മുഹമ്മദ് നബിയും വിശുദ്ധ ഖുർആനും ഇസ്ലാമിലെ ഹദീസുകളും ഒക്കെയാണ്. അതിലെവിടെയും ഭക്ഷണത്തിൽ തുപ്പണമെന്നോ ഊതണമെന്നോ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അതൊക്കെ നിരോധിച്ചതാണ്. പിന്നെ ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും ഒക്കെ പറയുന്നു. ഞാൻ പറയുന്നു, അങ്ങനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന കുട്ടികളുടെ ലിസ്റ്റ് തരൂ. ആ പെൺകുട്ടികളെ മാത്രമല്ല, അങ്ങനെ കൊണ്ടുവന്ന ആൺകുട്ടികളെ തന്നെ ഞങ്ങൾ തിരിച്ചു തരാൻ തയ്യാറാണ്. അങ്ങനെയുള്ളവരെ ഇസ്ലാമിന് ആവശ്യമില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം എന്ന് പറഞ്ഞ പ്രവാചകൻ. ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ. ആ പ്രവാചകനെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിൽ ഈ ഹലാല് വിവാദത്തിന് അടിസ്ഥാനമില്ല. മുസ്ലിങ്ങൾക്ക് ഹലാല് തന്നെ കഴിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു മാതൃകയും ഞങ്ങൾക്കില്ല. അതായത് റഹ്മത്തുള്ള ഈ ഞങ്ങൾക്ക് പ്രവാചകനും അല്ലാഹുവും
ഈ ഹദീസുകളുമാണ് പ്രമാണം. ഓക്കെ അതിലെ പ്രമാണം അങ്ങനെ അനുസരിച്ചാണ് ഒരു ഞങ്ങൾ ചോദ്യം- പറയുന്നത്. ശ്രീ റഹ്മത്തുള്ള ഈ വെള്ളത്തിൽ തുപ്പാൻ പാടില്ല, അതായത് ഈ തെറ്റായ ഭക്ഷണത്തിൽ ഊതാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നു. ഓക്കെ, അതായത് ഇസ്ലാമിക അത്തരം പ്രമാണങ്ങളിൽ അങ്ങനെ ഹലാൽവൽക്കരണം കാണുന്നില്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. ഓക്കെ, ഈ ഹലാൽവൽക്കരണത്തെ അപ്പോൾ ശക്തമായി എതിർക്കും മുസ്ലിം സമുദായം, ശക്തമായി എതിർക്കും. ഈ മേഖലയിൽ തെറ്റായ പ്രവണതയെ ശക്തമായി എതിർക്കും. അതാണ് അങ്ങ് പറയുന്നത് അല്ലെ? തെറ്റായ എല്ലാ പ്രവണതകളെയും ഞങ്ങൾ എതിർക്കും. ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. ഹലാൽ ബോർഡ് വെച്ച് കച്ചവടം ചെയ്യണമെന്ന് മുസ്ലിങ്ങൾക്ക് യാതൊരു നിർദ്ദേശവുമില്ല. ആരങ്ങനെ ചെയ്യുന്നതും ഞങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. ശ്രീ ജയസൂര്യ, അങ്ങേക്ക് മറുപടി പറയാം. ഞാൻ ആവശ്യപ്പെട്ടത് ഇതാണ്, ഈ ലവ് ജിഹാദില് പെട്ടുപോയ കുട്ടികളുടെ ലിസ്റ്റ് തരാമോ എന്ന് ചോദിച്ചല്ലോ. ഒരു 50,000-ത്തിലധികം ഹിന്ദു പെൺകുട്ടികളുടെ ലിസ്റ്റ് ഉണ്ട്. അതില് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുന്ന ഒരു 5,000 പേരുടെ ലിസ്റ്റ് ഞാൻ തരാം. അവരെ ഒന്ന് തിരിച്ചു തരാമോ? ഇത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ തെളിവില്ലാത്തത് കൊണ്ടല്ല, ലിസ്റ്റ് ഇല്ലാത്തത് കൊണ്ടല്ല, വ്യക്തമായിട്ടുള്ള യാതൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല, അതിന്റെ നിയമപരമായി 18 വയസ്സ് കഴിഞ്ഞു എന്നുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെയും കോടതിയുടെയും മുമ്പിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാനുള്ള സംവിധാനം നിലവിലുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത് നിലനിൽക്കുന്നത്. പക്ഷേ ഈ പോകുന്നത് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്കായിരിക്കും. ഏതായാലും ഇവിടെ ലവ് ജിഹാദ് ആണെങ്കിലും ഹലാലാണെങ്കിലും ബിസിനസ് ആണെങ്കിലും അത് മതത്തിന്റെ പേരിൽ സർവാധിപത്യം സ്ഥാപിക്കുവാൻ വേണ്ടി, ഭരണകൂടത്തെയും സമ്പത്തിനെയും പിടിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ മറുവശത്ത് നിൽക്കുന്ന ആൾക്കാർ ഇത് മനസ്സിലാക്കുമെന്നും അവർക്ക് പ്രതികരിക്കേണ്ടി വരുമെന്നുമുള്ള തിരിച്ചറിവ് ഇസ്ലാമിക സമൂഹത്തിന് എത്രയും നേരത്തെ ഉണ്ടാകുന്നോ അത്രയും നേരത്തെ സമാധാനം ഉണ്ടാകും. അതല്ലെങ്കിൽ ഈ ഇസ്ലാം മതം ഔദ്യോഗിക മതമായി സ്വീകരിച്ചിരിക്കുന്ന ലോകത്തെ രാജ്യങ്ങളിലെല്ലാം എപ്രകാരമാണോ അസമാധാനമായി തീരുന്നത്, അതായത് 100% മുസ്ലിം ആയാൽ പിന്നെ മുസ്ലിങ്ങൾ തമ്മി കൊല്ലുകയല്ലേ, അവിടെ സമാധാനത്തിന്റെ മതം തമ്മി കൊല്ലുകയല്ലേ, ബോംബെറിയല്ലേ, പള്ളി കത്തിക്കുകയല്ലേ. അപ്പോ 100% മുസ്ലിം ആയാൽ 100% അസമാധാനം എന്ന് പറയുന്ന ആ അവസ്ഥ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അത് മാത്രമാണ് ഇതിന് പരിഹാരം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഹലാൽ വിവാദം, അതിന്റെ പേരിൽ ഒരിക്കലും കേരള സമൂഹത്തിൽ ഒരു മതസ്പർദ്ധയോ ഒരു മതവിഭാഗീയതയോ സൃഷ്ടിക്കപ്പെടരുത്. ആരോഗ്യകരമായ ചർച്ചകൾ നടക്കട്ടെ. സ്വന്തം ആചാരങ്ങൾ അനുഷ്ഠിക്കുവാൻ ഓരോ മതത്തിൽപ്പെട്ടവർക്കും അവകാശമുണ്ട്. പക്ഷേ അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. സമത്വവും സാഹോദര്യവും കേരളത്തിൽ പുലരട്ടെ. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ PC ജോർജ്, അഡ്വക്കേറ്റ് ശ്രീ ജയസൂര്യൻ, ഫാദർ ജോൺസൺ തേക്കടിയിൽ, ശ്രീ റഹ്മത്തുള്ള, 4 പേർക്കും നന്ദി.